ഓം ശാന്തി. ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് നമ്മളുടെ അറൌണ്ട് 21 വിങ്സിലായിട്ടാണ് നമ്മളുടെ പ്രോഗ്രാംസ് മീൻസ് സേവനങ്ങള് വിശ്വം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിങ്, അതുപോലെ വുമൺസ് വിങ്, ചിൽഡ്രൻസിന്റെ, അതുപോലെ യൂത്ത് വിങ്, അങ്ങനെ കുറെ വിങ്സിൽ മീൻസ് നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ഗ്രൂപ്പ് നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ തന്നെ നമ്മൾ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ വർക്കിംഗ് പീപ്പിൾസിന്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, പിന്നെ പഠനം നടത്തുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള ആൾക്കാരുടെ യൂത്ത് ഗ്രൂപ്പ്, അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടോ അവരെ എല്ലാവരിലേക്കും നമ്മുടെ സ്പിരിച്വൽ നോളേജ് എത്തിക്കാൻ വേണ്ടിയിട്ട്, സുഖകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മകുമാരീസ് 21 വിങ്ങുകളുടെ രൂപത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശേഷിച്ചും നമുക്ക് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതറിയാം, യുവശക്തിയെ കുറിച്ച്. മീൻസ് യുവാക്കള് വിചാരിച്ചാൽ യുവാക്കളുടെ എംപവർമെന്റിലൂടെ തന്നെയാണ് വിശ്വത്തിലൊരു മഹാപരിവർത്തനം നടക്കാൻ പോകുന്നത്. അപ്പോ ബ്രഹ്മകുമാരീസും ഒരു ഇനീഷ്യേറ്റീവായിട്ട്, ഇപ്പൊ കൊറോണ ഒരു കാരണമായിട്ട് മാറിയെന്ന് മാത്രം, പക്ഷെ ഇങ്ങനെയുള്ള ഒരു സമയത്തും കുറെ കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സേവനമാണ് യൂത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് ശരിക്കും സാക്ഷാത്കരിക്കപ്പെട്ടത് ജാനുവരിയിലാണ്. അപ്പൊ ജാനുവരിയിൽ നമ്മൾ 5 ഡേയ്സ് യൂത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രോഗ്രാം വെച്ചിരുന്നു. 5 ഡേയ്സിന്റെ പ്രോഗ്രാം, എംപവർമെന്റ് ട്രെയിനിങ് പ്രോഗ്രാം. അതിനുശേഷം കുറെ പേര് നമ്മളുടെ ബേസിക് കോഴ്സ് ബ്രഹ്മകുമാരീസിന്റെ 7 ഡേയ്സിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. അതും കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് 42 ദിവസത്തിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അതിലും കുറെ പേര് ഇപ്പൊ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നീണ്ടുപോകുന്നു നമ്മളുടെ സേവനങ്ങൾ. അപ്പൊ വിശേഷിച്ചും നിങ്ങൾ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവർക്ക് അറിയും, ഫെബ്രുവരി 14th വാലന്റൈൻസ് ഡേ ലോകം മുഴുവൻ യങ്സ്റ്റേഴ്സ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ്. അതും ബ്രഹ്മകുമാരീസ് ഫെബ്രുവരിയിൽ യൂത്ത് വിങ് സെലക്ട് ചെയ്തതും ലവ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, സ്നേഹം. അതില് നമ്മള് 4 വിഷയങ്ങളായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. മീൻസ് സ്വയത്തെ സ്നേഹിക്കുക, നമ്മളെ പരിവാരം, നമ്മളെ ഫ്രണ്ട്സിനെ സ്നേഹിക്കുക, മറ്റൊന്ന് ലോകത്തെ മീൻസ് ഹോൾ വേൾഡ്, പ്രകൃതി ആയിക്കോട്ടെ എല്ലാത്തിനെയും, സൃഷ്ടിയിൽ എല്ലാത്തിനെയും സ്നേഹിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയാൻ പാടില്ല, ഫസ്റ്റ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ലവ് ടു ഗോഡ്, അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഫെബ്രുവരി 14th നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരുന്നത്. അതൊന്ന് ഇത്തിരി നീണ്ടുപോയിന്ന് മാത്രം. പക്ഷെ നീണ്ടുപോയത് ഗുണമായിട്ട് മാറി. കാരണം ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ സ്പീക്കറായിട്ട് വന്നിരിക്കുന്നുണ്ട്. നമ്മള് ആ ദിവസത്തേക്ക് നല്ലൊരു സ്പീക്കറിനെ കണ്ടുപിടിക്കാനുള്ള എഫേർട്ടിലായിരുന്നു. പക്ഷെ എഫേർട്ട് ഇല്ലാതെ തന്നെ സമയം പ്രഭാതമായി നമ്മുടെ അടുത്ത് എത്തിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മളെ പോലെ യൂത്ത് പവർ ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട സ്നേഹിയായിട്ടുള്ള പ്രഭാത് ഭായിയും ബ്രഹ്മകുമാരീസുമായിട്ട് കണക്റ്റഡ് ആയത്. അപ്പോ നല്ല ബ്രദറുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കുട്ടിക്കാലം മുതൽ ബ്രദറുമായിട്ട് വളരെ ക്ലോസ് ആണ്, നല്ല പരിചയമുണ്ട് ബ്രദറുമായിട്ട്. അപ്പൊ അത് മ്യൂസിക് ഫീൽഡ് ആണെങ്കിലും, ബാബയുടെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ എഴുതുന്നതാണെങ്കിലും, ബാബയുടെ പാട്ടുകൾ പാടുക, അതുപോലെ ഇത്രയും വലിയ സ്റ്റുഡിയോ വരയ്ക്കും ബാബ ബ്രദറെ എത്തിച്ചു. അപ്പൊ അത് തീർച്ചയായിട്ടും ബ്രദറുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി, അതേപോലെ നന്മയ്ക്ക് വേണ്ടി ബ്രദറുടെ ഉള്ളിലുള്ള ഡിറ്റർമിനേഷൻ, ഇതെല്ലാമാണ് ഈ മഹാവിദ്യാലയത്തിന്റെ അത്രയും ഒരു ഉയർന്ന സ്ഥാനത്ത് ഈശ്വരൻ ബ്രദറെ എത്തിച്ചിരിക്കുന്നത്. അപ്പോ എല്ലാ യൂത്ത് സ്റ്റാർസിന്റെ ഭാഗത്തു നിന്നും ഹാർട്ട്ലി പ്രഭാത് ഭായിയെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാത് ഭായിജി, എല്ലാ യൂത്ത് സ്റ്റാർസും ഒരു കൈ കാണിച്ചുകൊണ്ട് നമുക്ക് ബ്രദറെ വെൽക്കം ചെയ്യാം. സർവപ്രഥമമായിട്ട് ശ്രീലക്ഷ്മി ഈശ്വര സ്മരണയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു യൂത്തിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സോങ് ശ്രീലക്ഷ്മി ഇപ്പൊ പാടും. ലച്ചു, വെൽക്കം. താങ്ക് യു. സുചരിതരാം യുവാക്കളെ,
സുവർണ ഭാരത ശില്പികളെ സുചരിതരാം യുവാക്കളെ സുവർണ ഭാരത ശില്പികളെ ധർമ്മകർമ്മങ്ങൾ കോർത്തിണക്കും കർമ്മയോഗികളെ സ്വാഗതം 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 സുചരിതരാം യുവാക്കളെ സുവർണ ഭാരത ശില്പികളെ ബന്ധനമുക്തരാം യുവാക്കളെ സന്തതം ശാന്തിയേകും ദൂതരേ ബന്ധനമുക്തരാം യുവാക്കളെ സന്തതം ശാന്തിയേകും ദൂതരേ ദിവ്യഗുണങ്ങൾ സ്വായത്തമാക്കും സുമനസ്സിനുടമകളെ ദിവ്യഗുണങ്ങൾ സ്വായത്തമാക്കും സുമനസ്സിനുടമകളെ സ്വാഗതം 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 സുചരിതരാം യുവാക്കളെ സുവർണ ഭാരത ശില്പികളെ സ്വാഗതം സ്വാഗതം. താങ്ക് യു. ഇന്നത്തെ ദിശ ഫോർ യൂത്ത് എന്ന പരിപാടിയിലെ സ്പെഷ്യൽ സെഷൻ നമുക്ക് വേണ്ടി നൽകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വളരെ ഡിയറസ്റ്റ് പ്രഭാത് ഭായിക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ യൂത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യാണ്. വി ആർ വെരി ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ ദിസ് സ്പെഷ്യൽ ഡേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് കേട്ട് അത് ഉൾക്കൊണ്ട് നമ്മുടെ യൂത്തിനെ കൂടുതൽ പവർഫുൾ ആക്കാം. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം പ്രഭാത് ഭായി. താങ്ക് യു ലച്ചു. അടുത്തതായിട്ട് ദിശ പ്രോഗ്രാമില് നമ്മളുടെ മെയിൻ സ്പീക്കറായി വന്നിരിക്കുന്ന ഭായിജി, അതോടൊപ്പം എല്ലാ യൂത്ത് സ്റ്റാർസിനെയും പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാൻ നമ്മളുടെ പട്ടാമ്പി സേവാ കേന്ദ്രത്തിന്റെ കോർഡിനേറ്ററായ ബ്രഹ്മകുമാരി സീന സിസ്റ്റർ ഉണ്ട്. സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. ദിശ ഫോർ യൂത്ത് എന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ തവണയും വെച്ചിരുന്നു. അതില് ഈ പ്രാവശ്യം നമ്മുടെ ഈ പ്രോഗ്രാമില് നമുക്കെല്ലാവർക്കും വളരെയധികം എന്താ പറയാ, ഈശ്വരൻ നമ്മുടെ ഭാഗത്തേക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വളരെ നല്ലൊരു ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബ്രദർ നമ്മുടെ കൂടെ ഉണ്ട്, പ്രഭാത് ഭായി ഉണ്ട്. അപ്പോ ഈ ദിശ ഫോർ യൂത്ത് എന്ന പ്രോഗ്രാം നമ്മളെല്ലാവരും, നമുക്കറിയാം ഇന്നത്തെ ഒരു ചലഞ്ചിങ് വേൾഡില് യൂത്ത്, നമ്മുടെ യുവജനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും അത് ഒരുപാട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്ട്രെസ്സും ടെൻഷനും എല്ലാം. അപ്പൊ ഇങ്ങനെ ഒരു ചലഞ്ചിങ് വേൾഡ് നമുക്ക് എങ്ങനെ അതിനെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് പോവാം? അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ഏറ്റവും എനർജി ലെവല് ഹൈ ലെവലിൽ ഇരിക്കുന്ന ഒരു ടൈമാണ് യൂത്തിന്റെ ഈ ടൈം. പക്ഷെ ഇതിനെങ്ങനെ നമുക്ക് യൂസ് ചെയ്യണം എന്നൊരു പോസിറ്റീവ് ഒരു എനർജി ചാനലൈസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിലും പക്ഷെ അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാതെ പോവാറുണ്ട്, പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റാതെ പോവാറുണ്ട്. അപ്പൊ നമുക്ക് പറയാറില്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഒരു റോൾ മോഡൽ ആവശ്യമാണ്. ഒരു മോഡൽ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഭാഗ്യവശാൽ നമ്മളെ പോലെ തന്നെ യൂത്ത് ടൈമില് ഈ ബ്രഹ്മകുമാരീസ് ആധ്യാത്മികമായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ വളരെ കുട്ടിക്കാലം മുതൽ, വളരെ യൂത്തിന്റെ ടൈം നമ്മുടെയൊക്കെ പ്രായത്തിൽ തന്നെ ബ്രദർ ഈ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇത്രയും കണക്റ്റഡ് ആണ്. വന്ന് ബ്രദർ ആ യൂത്ത് ടൈമിനെ എങ്ങനെ ബ്രദർ നോക്കിക്കഴിഞ്ഞാൽ ആ ടൈം മുതൽ തന്നെ ആ യൂത്തിന്റെ ആ എനർജി ഇത്രയും പോസിറ്റീവ് ചാനലൈസ് ചെയ്തിട്ട് ബ്രദർ ഇത്രയും ഹൈ ലെവലിൽ എത്തി. അപ്പോ നമ്മുടെ പ്രഭാത് ഭായി
കുട്ടിക്കാലം മുതൽ തന്നെ ഇതിലുള്ളത് കൊണ്ട് അത് എങ്ങനെ ചാനലൈസ് ചെയ്തുകൊണ്ട് യൂത്തിന്റെ ടൈമിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി ബ്രദർ ആ ലെവലിൽ തന്നെ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബ്രദർ വളരെ സീനിയർ ആണ് നമ്മുടെ യജ്ഞത്തില്, ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തില് സീനിയർ ആയിട്ടുള്ള ഒരു ബ്രഹ്മകുമാരനാണ്. കുമാർ ജീവിതം നയിച്ചുകൊണ്ട് എങ്ങനെ തൻ്റെതായ കോൺട്രിബ്യൂഷൻ നമ്മളെ പോലെയുള്ളവർക്ക് എങ്ങനെ തൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാം, ആ രീതിയിൽ നല്ലൊരു സേവനമാണ് ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മകുമാരീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മൗണ്ട് അബുവിൽ തന്നെ നമ്മുടെ ഒരു ഗോഡ്ലിവുഡ് സ്റ്റുഡിയോ ഉണ്ട്. നമ്മുടെ എല്ലാ പ്രോഗ്രാംസുകളും ചെയ്യുന്ന, ഇപ്പൊ സ്റ്റുഡിയോയിൽ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബ്രദർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ് ബ്രദർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രദറുടെ ആ ഉള്ളിലുള്ള ആ പോസിറ്റിവിറ്റിയാണ് ഇത്രയും കോൺട്രിബ്യൂഷൻ, ഇത്രയും സേവനങ്ങൾ ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും നല്ലൊരു എന്താ പറയാ നല്ലൊരു ഫാക്കൽറ്റിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല്, ബ്രദർ ഞാൻ ഈ യജ്ഞത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ബ്രദർ ഓരോന്നും എനിക്ക് ചില സമയത്തൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനെയൊക്കെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു തരും, ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോ അന്നേ ബ്രദർ ഓരോ ഗൈഡൻസ് അങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ ഒരു നല്ലൊരു എന്താ പറയാ, നമ്മൾക്ക് അത്രയും നമ്മുടെ ഒരു പോസിറ്റീവിലേക്ക് ഉയർത്താനുള്ള നല്ലൊരു ഗൈഡൻസ് ബ്രദർ എപ്പോഴും തരും. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് ഇതൊരു ക്ലാസ് ആയിട്ടല്ല, ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ക്ലാസ് ആണ്, ടോക്കാണ് ബ്രദറുടെ. നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായിരിക്കും. അപ്പോ ഈ ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ബ്രദറെ നമ്മൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. പ്രഭാത് ഭായിക്ക് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഹൃദയം കൊണ്ടുള്ള സ്വാഗതം സമർപ്പിക്കുന്നു. ഈ പുഷ്പം ഹൃദയത്തിൽ നിന്നുള്ള സ്വാഗതമായിട്ട് സമർപ്പിക്കുക. അപ്പോ ബ്രദർക്ക് ഹാർട്ട്ലി വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഓക്കെ, ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും ദിവസങ്ങളിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായ രോഹിണി സിസ്റ്റർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ നമ്മുടെ പാലക്കാടിലെ നമ്മുടെ സിസ്റ്റർ മീന സിസ്റ്റർ, GK ബായി, എല്ലാവർക്കും നമ്മുടെ സൂക്ഷ്മത്തിൽ എല്ലാവർക്കും സിസ്റ്റർക്ക് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം പറയുന്നു. ഓം ശാന്തി. ഓം ശാന്തി. എല്ലാ യൂത്തും വളരെ ഉത്സുകരായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം എന്നും നമ്മൾ ലെക്ചർ ക്ലാസ്സുകളാണ് കേൾക്കാറുള്ളത്. പക്ഷെ ഇന്നത്തെ ഒരു വിശേഷത ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ഒരു ഇന്ററാക്ഷൻ സെഷൻ ആണ് നമ്മളുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ബ്രദറുടെ ജീവിതാനുഭവങ്ങൾ ഒരു 15 മിനിറ്റ്സ് കേട്ടതിന് ശേഷം നമുക്ക് ബ്രദറുമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. അതുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മൾ ബ്രദറിലേക്ക് സമർപ്പിക്കുന്നു. ബ്രദർ വെൽക്കം. ഓക്കെ, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ക്ലിയർ ആക്കാനുണ്ട്. രോഹിണി സിസ്റ്റർ, ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, അതിന്റെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നില്ലല്ലോ. ഓഡിയോ ക്ലിയർ ആണോ? രോഹിണി സിസ്റ്റർ ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ. First of all, Rohini sister as the youth coordinator has been a dream. അല്ലേ, രോഹിണി സിസ്റ്റർ യൂത്ത് കോർഡിനേറ്റർ ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു ഡ്രീം ആയിരുന്നു എല്ലാവരുടെയും. അത് സാകാരമായി കണ്ടതിൽ വലിയ സന്തോഷം. പിന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞു, ബ്രദർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്കിപ്പോഴും രോഹിണി സിസ്റ്ററെ സ്കൂട്ടറിലിരുത്തിയിട്ട് കാണിക്കമാതയിൽ കൊണ്ടുപോകുന്നതിന്റെ ഓർമ്മകളാണ്. കാണിക്കമാത യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. പിന്നെ ലച്ചും വലിയ കുട്ടിയായി, വലിയ ആളായതുപോലെ തോന്നുന്നു. പണ്ടത്തെ ചെറിയ ലച്ചു എന്റെ മുഖമല്ല. പിന്നെ
നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര കാഷ്വൽ ആയിട്ട്, കഴിയുന്നത്ര അൺഒഫീഷ്യൽ ആയിട്ട് ഇരിക്കാം, കഴിയുന്നത്ര നോൺ ഫോർമൽ ആയിട്ട് ഇരിക്കാം. കാരണം ഒഫീഷ്യാലിറ്റി, ഫോർമാലിറ്റീസ് ഇതൊക്കെ നമ്മുടെ പെർസെപ്ഷനെയും മനസ്സിലാക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള എബിലിറ്റിയും ഇതെല്ലാം കുറച്ച് ചെറുതാക്കും. അതുകൊണ്ട് നമുക്ക് രോഹിണി സിസ്റ്റർ പറഞ്ഞു അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു ചെറിയ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി വെക്കാം. എന്റെ അനുഭവങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഓരോരുടേതായ, വി ആർ ഓൾ, നമ്മൾ യൂത്ത് ആണ് എന്നത് നോക്കൂ, കൂടുതലും BK യൂത്ത് ആണ്. കവിത സിസ്റ്റർ പറഞ്ഞു കുറച്ച് പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരെയും ഒരുമിച്ച് മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഇനിയും അൺടാപ്ഡ് ആയിട്ടുള്ള, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ദിസ് ഇസ് പോയിന്റ് നമ്പർ 1. എല്ലാവർക്കും, ഇപ്പൊ ഇവിടെ നമ്മൾ സൂമിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്ന എല്ലാവർക്കും, വി ഹാവ് എ ലോട്ട് മോർ ടു എക്സ്പ്ലോർ. ആ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ യുവ ജീവിതം, പലർക്കും നോക്കൂ, നമ്മുടെ അച്ഛനമാരൊക്കെ നമ്മളോട് എപ്പോഴും പറയും, ഞങ്ങൾക്കൊക്കെ ആ സമയത്ത് പലതും കിട്ടിയില്ല, പല ഇൻഫർമേഷനും കിട്ടിയില്ല. ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലായത്. കുറെ കാര്യങ്ങൾ നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ നമുക്ക് പെർഫോം ചെയ്യാമായിരുന്നു. സി റൈറ്റ് നൗ, ഇപ്പൊ യൂത്ത് ആയിട്ടിരിക്കുന്നവർക്ക് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ്, എന്താണ് പറയുക, ഇതുപോലെ ഇൻഫർമേഷൻ എക്സ്പ്ലോഷനും ഇതുപോലെ മറ്റെല്ലാ കാര്യങ്ങളുടെയും എക്സ്പോഷർ ഉള്ള ഒരു സമയം മുമ്പ് ഉണ്ടായിട്ടില്ല ഈ മുഴുവൻ കൽപ്പത്തിലും. നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണം, ആരുടെ എന്ത് കണ്ടന്റ് വേണം, വി ക്യാൻ ചൂസ്, വി ക്യാൻ ടേക്ക്. നമുക്ക് ആകെ ഇവിടെ വേണ്ടത് പവർ ഓഫ് ചോയ്സ് ആണ്, ഏത് ചൂസ് ചെയ്യണം. അവിടെയാണ് പലപ്പോഴും യൂത്തിന് ഒരു കൺഫ്യൂഷൻ പറ്റുന്നത്. നമ്മള് വളരെ ഒരു കൺസ്യൂമറിസ്റ്റ് മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കയറി കിട്ടുന്നതൊക്കെ എടുക്കുന്ന ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. കിട്ടുന്നതൊക്കെ എടുത്താൽ, സി വി ഡോണ്ട് നീഡ് എവറിത്തിങ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വേണം. ചില കാര്യങ്ങൾ ഒരു ചെറിയ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പരിധി വരെ വേണം. ഏത് ചൂസ് ചെയ്യണം, എന്ത് വേണം, എവിടേക്കാണ് പോകേണ്ടത്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എന്തിലാണ് പാഷൻ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഒരൊറ്റ താല്പര്യമുള്ളത് സിനിമ കാണുന്നതിലാണ്. 10th എല്ലാ വിഷയങ്ങളിലും A+ ആ കുട്ടിക്ക് കിട്ടി. ബട്ട് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പഠനത്തിൽ താല്പര്യമില്ല. കുത്തിയിരുന്ന് പഠിച്ച് A+ വാങ്ങിയതാണ്. എന്തിലാണ് താല്പര്യം? ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എവറിത്തിങ് റിലേറ്റഡ് ടു മൂവീസ് ആൻഡ് ഫിലിംസ്. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് സംവിധായകയാവണം. ശരി, എന്നാ ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു, ഒരു ക്യാമറയൊക്കെ സംഘടിപ്പിച്ചു, മേക്ക് എ ഷോർട്ട് ഫിലിം, ഐ വിൽ ഹെൽപ്പ്. അയ്യോ, അത് പറ്റില്ല, അമ്മ കൊന്നുകളയും, അമ്മ അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, അമ്മ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നത് ഒരു തെറ്റാണ്. അല്ല, അച്ഛനമ്മമാർക്ക് ഞാൻ പഠിക്കുന്നത് ഒഴികെ മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല. ഇതൊന്നും അവരോട് എനിക്ക് പറയാൻ പോലും പറ്റില്ല. സി, ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം. ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനെയല്ല. ദർ ആർ ലോട്ട് ഓഫ് യൂത്ത് ഹു ക്യാൻ ഇന്ററാക്ട് വെരി ഓപ്പൺലി വിത്ത് ദെയർ പാരന്റ്സ്. തങ്ങളുടെ അസർട്ടീവ്നെസ്, എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ധാരാളം പേരുണ്ട്. ബട്ട് അത് പറയാൻ പറ്റാത്ത ധാരാളം പേരുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊരു നല്ല ധാരണ നമുക്കുണ്ടായിരിക്കണം. സക്സസ്, ജീവിത വിജയം എന്താണ് എന്നതിനെ കുറിച്ച് ധാരാളം തിയറീസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഇന്റർനെറ്റിലും ദർ ആർ സക്സസ് സ്റ്റോറീസ്. ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന സക്സസ് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ എനിക്ക് എന്താണ് വേണ്ടത്? ഹാവ് ഐ ഫൗണ്ട് ഔട്ട് മൈ ഓൺ സക്സസ്? എനിക്ക് സക്സസ് തരുന്നത് എന്റെ തന്നെ ഹാപ്പിനെസ് ആണ്, പ്രൊഡക്ടിവിറ്റി ആണ്. ദർ ആർ സർട്ടൻ എലമെന്റ്സ് വിച്ച് ഗോസ് ഇൻ ടു സക്സസ്. ഒന്നാമത്തേതാണ്, ഞാൻ എന്നെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആക്കുന്നു എന്ന തോന്നൽ. ഓൾ ഓഫ് us വാണ്ട് ടു ബി യൂസ്ഫുൾ.
നമ്മുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിയാണ്. വി വാണ്ട് ടു ഫീൽ യൂസ്ഫുൾ. നമ്മൾ യൂസ്ഫുൾ അല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വി ആർ നോട്ട് ഹാപ്പി. പ്രൊഡക്ടിവിറ്റി മേക്സ് us ഹാപ്പി. എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ, അലൈനിങ് വിത്ത് മൈ ഓൺ വാല്യൂ സിസ്റ്റം. ഡു യു ഹാവ് എ വാല്യൂ സിസ്റ്റം? എന്താണ് നമ്മുടെ വാല്യൂ സിസ്റ്റം? ആം ഐ ലിവിങ് മൈ ലൈഫ് വിത്ത് സർട്ടൻ പ്രിൻസിപ്പിൾസ്? ജീവിതം കുറച്ച് തത്വങ്ങളിൽ, കുറച്ച് പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമായിട്ടാണോ പോകുന്നത്? വാട്ട് ആർ മൈ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്? ഇതൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളാണ്. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ കേൾക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ വരുന്നത്? ഓ, ദിസ് ഇസ് എ പേഴ്സൺ വിത്ത് എ വാല്യൂ സിസ്റ്റം. എങ്കിൽ ദാറ്റ് ഈസ് മൈ സക്സസ്. എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്ടിന്റെ വാല്യൂ സിസ്റ്റത്തിൽ നിന്നാണ് ഉണ്ടാവും. ഡു ഐ ഹാവ് എ ക്ലിയർ കട്ട് വാല്യൂ സിസ്റ്റം? എനിക്ക് വേണ്ടത് വേണമെന്ന് പറയാനും ഇത് ശരിയല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയാനും അതിൽ നിന്ന് മാറി നിൽക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? ദീസ് ആർ സർട്ടൻ ബേസിക് ക്വസ്റ്റ്യൻസ്. പിന്നെ ജീവിതത്തിലെ സക്സസിലേക്ക് പോകുക എന്നൊരു കൺസെപ്റ്റ്. സി, നോബഡി ക്യാൻ ഗോ ടുവേർഡ് സക്സസ്. നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി പ്രസന്റിൽ ജീവിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വേണം. യു കനോട്ട് ഗോ ടുവേർഡ് സക്സസ്. യു ക്യാൻ ബി സക്സസ്ഫുൾ ഓൺലി റൈറ്റ് നൗ. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സക്സസ് ആവാൻ പറ്റുന്ന, ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന, പ്രൊഡക്റ്റീവായി ഇരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സമയം ഇസ് ദിസ് വെരി മൊമെന്റ്. കമ്മിങ് ബാക്ക് ടു ദിസ് മൊമെന്റ്. നോക്കൂ, ലോകത്തിന്റെ മെത്തേഡ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ കൊറോണ വി ഹാവ് എ ന്യൂ മെത്തേഡ് ഫോർ എവറിത്തിങ്. ഈ സൂം മീറ്റിംഗ് തന്നെ നോക്കൂ, നമ്മള് വി ആർ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇന്ന് രാവിലെ നടന്ന ക്ലാസ്സിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ദർ ആർ പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. നമ്മൾ ഒരേ സമയത്ത് വി ആർ കണക്ടിങ് വിത്ത് ഈച്ച് അതർ. ബാബയും ഇപ്പൊ ആവശ്യപ്പെടുന്നത് we need to connect with the whole world. ആത്മാവായ എനിക്ക്, let me talk a bit spiritual. ആത്മാവായ എനിക്ക് എല്ലാവരെയും കാണാനും കണക്ട് ആവാനും പറ്റുന്നുണ്ടോ? Do I feel that I belong to everyone? Everyone belong to me. This is another aspect of success. This is another aspect of inner empowerment. എനിക്ക് എല്ലാവരുമായിട്ടും താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നുണ്ട്, എല്ലാവരെയും മനസ്സിലാക്കാൻ. എല്ലാ ആത്മാക്കൾക്കും ബേസിക് ആയിട്ട് എല്ലാവർക്കും വേണ്ടത് ബേസിക് ആയ ചില കാര്യങ്ങളാണ്. ആം ഐ ഏബിൾ ടു പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് സം ഓഫ് ദാറ്റ്? എനിക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതൊക്കെ ചോദിക്കേണ്ട സമയമായിരിക്കും നമ്മളോട്. നമ്മുടെ ലൈഫ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഈസ് ഇറ്റ് എ വാല്യൂ അഡീഷൻ അറ്റ്ലീസ്റ്റ് ടു മീ ആൻഡ് പീപ്പിൾ അറൌണ്ട് മീ? എന്റെ ഫാമിലിയിലുള്ളവർക്ക് എന്നെ കൊണ്ട് എന്താണ് വാല്യൂ അഡീഷൻ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളൊരു പ്രൊഡക്റ്റീവ്, എല്ലാവർക്കും നമ്മളെ കൊണ്ട് ആവശ്യങ്ങൾ ഉണ്ടാവുന്നത്, നമ്മളൊരു വേണ്ടപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്നത്. ആൻഡ് ദാറ്റ് വിൽ ഗിവ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഇപ്പൊ ലോകത്തിന്റെ ഒരു പോക്ക്, ഈവൻ ബിഫോർ കൊറോണ വരുന്നതിന്റെ മുമ്പ് തന്നെ എക്സ്പ്ലോഷൻസ് ഹാസ് ബീൻ ഹാപ്പൻഡ് ഇൻ മെനി ഏരിയാസ്. ഒന്ന് രണ്ട് പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിട്ടയറിംഗ് അറ്റ് 30. പുതിയ കൺസെപ്റ്റ് അല്ല ആക്ച്വലി. ഈ കൺസെപ്റ്റ് ഒരുപാട് ഡെവലപ്പ് ആയി കഴിഞ്ഞു. എത്രയോ പേര് 30 വയസ്സാവുമ്പോഴേക്കും റിട്ടയർ ആവും. നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. 20 വയസ്സ് മുതൽ അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ സമ്പാദിക്കാൻ തുടങ്ങി 30 വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ 35 they are retiring and they start enjoying their life. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റിയുടെ സമയം പണ്ട് 40-ൽ 50-ൽ അച്ചീവ് ചെയ്തത് ഇന്ന് 15-ലും 20-ലും 25-ൽ അച്ചീവ് ചെയ്യാണ്. അച്ചീവ്മെന്റിന്റെ സയൻസ് തന്നെ വേറെയാണ്. ഇന്ന് നമ്മൾ അച്ചീവ്മെന്റിന്റെ സയൻസ് അല്ല ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ചീവ്മെന്റിന്റെ സയൻസ് നമുക്കറിയാം. നമുക്ക് വേണ്ട ഒരു ലക്ഷ്യം വെച്ച് അതിലേക്ക് വേണ്ട എനർജി കൊടുത്ത് ആ ലക്ഷ്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അത് അച്ചീവ് ചെയ്യുക, അത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷം. ദിസ് ഇസ് ദ സയൻസ് ഓഫ് അച്ചീവ്മെന്റ്. ഇത് ലോകത്തിൽ ധാരാളം പേര് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടത്, നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് ദ സയൻസ് ഓഫ് ഫുൾഫിൽമെന്റ്. കാരണം അച്ചീവ്മെന്റിന് ശേഷം ഒരുപാട് കാലിയായ അനുഭവം ആൾക്കാർക്ക് ഉണ്ടാവും. അച്ചീവ്മെന്റിന് ശേഷവും സ്റ്റിൽ ദർ ഈസ് സംതിങ് വെയിറ്റ്. എനിക്ക് എന്തോ ഉള്ളിൽ ശൂന്യതയുണ്ട് എപ്പോഴും.
പൈസ ഉണ്ടെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ദർ ഇസ് സംതിങ് ലാക്കിംഗ്. അവിടെയാണ് ദ സയൻസ് ഓഫ് ഫുൾഫിൽമെന്റ്, നിറവിന്റെ ശാസ്ത്രം. നമ്മൾ ദിവസവും മുരളി കേൾക്കുന്ന സമയത്ത് ഈ നിറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിറവ് എപ്പോഴാണ് വരുന്നത്? ബാബ സി ഫോർ ദോസ് ഹു ലിസൺ ടു മുരളി, ഇത് വളരെ ക്ലിയർ ആണ്. ആത്മാവിന്റെ ഗുണങ്ങളും ശക്തികളും പുറത്തു കൊണ്ടുവരാനുള്ള എഡ്യൂക്കേഷൻ ചെയ്യാത്ത ഏതൊരാൾക്കും ഈ ശൂന്യത അനുഭവപ്പെടും. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. ലോകത്തിൽ എഡ്യൂക്കേഷന്റെ പ്രോബ്ലം എന്താണ്? വി ആർ ഓൾ ഗോയിങ് ത്രൂ ആൻ എഡ്യൂക്കേഷണൽ പ്രോസസ്. പുതിയതായിട്ട് ഈ ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എവരിബഡി ഈസ് ഫോളോയിങ് സം കൈൻഡ് ഓഫ് കോഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സം സ്കൂൾ ഓഫ് തോട്ട്. മൂല്യങ്ങളെ ഫോക്കസ് ചെയ്യാത്ത, ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കി തരാത്ത, എന്റെ പോസിറ്റിവിറ്റിയും എന്റെ ശക്തികളെയും കുറിച്ച് എന്നെ ബോധവാനാക്കാത്ത എഡ്യൂക്കേഷൻ വിൽ മേക്ക് മീ കൈൻഡ് ഓഫ് എംപ്റ്റി. എല്ലാം പഠിച്ചിട്ടും എനിക്കൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള തോന്നൽ വരും. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ദിസ് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ഈ സമയത്ത് ആധ്യാത്മിക ജ്ഞാനം പഠിക്കാൻ അവസരം കിട്ടിയ നമ്മള് ഭാഗ്യവാന്മാരാണ്. വി ആർ വെരി കൺസിഡർ യുവർ സെൽഫ് വെരി ലക്കി. കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്നില്ല. ചുരുക്കം ചിലവർക്ക് കിട്ടുന്ന ഖജനാവാണിത്. അതിനെ എടുക്കണം, അതിനെ എടുത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. വി ഷുഡ് എക്സ്പ്ലോർ ദി അൺഎക്സ്പ്ലോർഡ് ഏരിയാസ്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഏരിയകളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. സീ ദി അമേസിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ മൈൻഡ്. നമ്മുടെയൊക്കെ ശക്തി, നമ്മുടെയൊക്കെ കഴിവ് എത്രയാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ ലൈഫ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആക്കി we'll be excited throughout the day. We'll be happy throughout the day. Explore. നമുക്ക് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവനത്തിനെ നോക്കിയിട്ട് ഇസ് ദിസ് മൈൻഡ്ഫുൾ മോർ ഇൻ മീ, അതിനെ മുഴുവൻ യൂട്ടിലൈസ്. എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്? ഇറ്റ് വിൽ ഹാപ്പൻ. അത് നടന്നോളൂ. ഇല്ല, അത് അങ്ങനെ നടക്കില്ല. വി ഷുഡ് എക്സിക്യൂട്ട് ദാറ്റ്. അതിന് നമ്മൾ നോക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പ് വെക്കണം. അറ്റ്ലീസ്റ്റ് ടേക്ക് എ പോസിറ്റീവ് സ്റ്റെപ്പ്. ജ്ഞാനം കേൾക്കുക എന്നുള്ളത് ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അവനവനെ ശുദ്ധമാക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതും പോസിറ്റീവാണ്. പുതിയതായിട്ട് കോഴ്സ് കേൾക്കാൻ വരുന്ന കുട്ടികള്, സി യു ഹാവ് ബീൻ ഓപ്പൺഡ് അപ്പ്. നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന വലിയ ഖനിയാണ്. കുറച്ചെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റിയാൽ ലൈഫ് വിൽ ബി വെരി പീസ്ഫുൾ ആൻഡ് ഹാപ്പി, വെരി പ്രൊഡക്റ്റീവ്. ആ ഒരു എക്സ്പ്ലോറേഷൻ നമുക്ക് നടത്തണം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇപ്പൊ നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും മേക്ക് ഇറ്റ് വെരി പേഴ്സണൽ. ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡോണ്ട് ആസ്ക് ജനറൽ കൺസെപ്റ്റ്സ്. ആസ്ക് വാട്ട് ഈസ് ഫ്രം യുവർ ഹാർട്ട്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യം. സി ഐ ഡോണ്ട് claim that I can answer anything, but anything and everything. എല്ലാ കാര്യങ്ങളും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡോണ്ട് മൈൻഡ്, വി വിൽ എക്സ്പ്ലോർ ഇറ്റ് ടുഗദർ. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ശരിക്കും അലോസരം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ശരിക്കും ആൻസർ വേണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ലെറ്റ് us ഡിസ്കസ് ദാറ്റ് ടുഗദർ. ജനറൽ ക്വസ്റ്റ്യൻസ് വേണ്ടവർക്ക് ചോദിക്കാം, ബട്ട് ട്രൈ ടു മേക്ക് ഇറ്റ് പേഴ്സണൽ. കാരണം ഇത് നമ്മുടെ ദിസ് ഇസ് അവർ ലൈഫ്. ഇത് ദിസ് ഇസ് മൈ കോൺട്രിബ്യൂഷൻ. സീന സിസ്റ്റർ സംസാരിച്ചപ്പോ പറഞ്ഞു വാട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. എനിക്ക് വേർഡ് വളരെ ഇഷ്ടമാണ്. ഐ ലൈക്ക് ദിസ് വേർഡ് സോ മച്ച്. വാട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ? വാട്ട് ആം ഐ ഗിവിംഗ് ടു ദ വേൾഡ്? ഐ എം ഹിയർ ടു ഗീവ്, ഐ എം നോട്ട് ഹിയർ ടു ടേക്ക്. ആരോ പറയാറുണ്ട്, രോഹിണിസ്റ്റ് പറഞ്ഞു, ലവ് ഈസ് ദ തീം. വാട്ട് ഈസ് ലവ്? ഇറ്റ് ഇസ് ഗിവിംഗ്. ഇഫ് യു ക്യാൻ ഗിവ്, ദാറ്റ് ഇസ് ലവ്. ഇഫ് നമ്മൾ എടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ചുരുങ്ങി പോവാണ്. ദാറ്റ്സ് നോട്ട് ലവ്. നമ്മുടെ അടുത്തേക്ക് വരേണ്ടതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരും. ഇഫ് അവർ ഫോക്കസ് ഈസ് ഓൺ ഗിവിംഗ്, യൂട്ടിലൈസിങ് അവർ എബിലിറ്റീസ്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ എബിലിറ്റീസും ഏതൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ നടത്താനുള്ള ചെറിയ ചെറിയ ഉപാധികളാണ്.
ഈശ്വരന് തന്റെ കർത്തവ്യം പല രീതിയിൽ ചെയ്യാൻ വേണ്ടി പല രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തി, നല്ല മനോഹരമായ ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തി, വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹിസ് ഡൂയിങ് എ സർവീസ് ടു ദ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ ചിത്രം കണ്ട് ചിലർക്ക് ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ, ആ ഫീലിംഗ് കിട്ടിയില്ലേ? ദാറ്റ്സ് എ സർവീസ്. ഇപ്പോ ലച്ചു നല്ലൊരു പാട്ട് പാടി, ആ പാട്ട് കേട്ടപ്പോ നന്നായി പാടുന്നു, ഇറ്റ്സ് എ സർവീസ്. Rohini sister is coordinating a youth program. She is giving her time and energy to coordinate. This is a service. നമ്മൾ എല്ലാവരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ we are serving, we are contributing to a great cause. ആ cause it is bigger than all of us. നമ്മളെക്കാളും വളരെ വലുതാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. the bigger picture. ബാബ ചെയ്യുന്ന ഈ മഹാകാര്യം, ശിവ് ബാബ ബ്രഹ്മാവിലൂടെ ചെയ്യുന്ന, ദാദിമാരിലൂടെ ചെയ്യുന്ന, നമ്മളിലൂടെ ചെയ്യുന്ന ഈ വലിയ കാര്യത്തിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ബട്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറി. ആ മുഴുവൻ മാഗ്നിറ്റ്യൂഡും പിടികിട്ടൊന്നും വേണ്ട. ലെറ്റ്സ് ഡു മൈ ഓൺ പാർട്ട്. എന്തിനു വേണ്ടിയിട്ട്? നോട്ട് ഫോർ വേൾഡ് ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ് ഈസ് നോട്ട് അവർ ബിസിനസ്. അത് നടന്നോളും, അത് ശിവബാബ ജോലിയാണ്. മൈ ട്രാൻസ്ഫോർമേഷൻ, മൈ ഹാപ്പിനെസ്, മൈ പ്രൊഡക്ടിവിറ്റി, മൈ കോൺട്രിബ്യൂഷൻ, ദിസ് ഇസ് മൈ ബിസിനസ്. അത് നടക്കുന്നുണ്ടോ? ഞാൻ എന്നെ പ്രൊഡക്റ്റീവ് ആക്കുന്നുണ്ടോ? ഞാൻ എന്നെ ഇംപ്രൂവ് ചെയ്യാൻ, എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വാട്ട് ഈസ് മൈ മെയിൻ ഒക്യുപ്പേഷൻ? എന്റെ ലൈഫിനെ സ്ട്രോങ് ആക്കുക, ഇതാണോ എന്റെ മെയിൻ ഒക്യുപ്പേഷൻ? അതോ do I have many side business? What is my occupation? അതെനിക്കറിയില്ല. See, it is not the job you are doing. നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്തോ ആയിക്കോട്ടെ. ദാറ്റ് ഇസ് അനദർ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ. നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമ്മുടെ പാഷൻ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെ നമ്മുടെ തൊഴിലായാൽ, ബെസ്റ്റ് തിങ് പോസിബിൾ. ഇനി അങ്ങനെ അല്ലാതെ തന്നെ ഇരിക്കട്ടെ, വി ഹാവ് certain things in myself. I have certain things in myself where I can help the society. സമൂഹത്തെ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അതിന് ഞാൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. So it's all about contribution. What am I giving to the society? നമുക്ക് ഈ തോട്ട് ഈ രീതിയിലൊന്നും മാറ്റാൻ തുടങ്ങിയാൽ മതി, miracles will happen. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ലോകത്തിൽ തിളങ്ങാത്തതിന്റെ കാരണം, there are certain wrong attitudes inside. നമ്മൾ എവിടെയൊക്കെ ഇപ്പോഴും എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എവിടെയൊക്കെ ഇപ്പോഴും കാലിയാണ്. നമുക്ക് എല്ലാ ലെവലിലും നിറവിന്റെ അനുഭവം ഇനിയും വന്നിട്ടില്ല. Hence the spiritual process. എന്തിനാണ് ആധ്യാത്മികത? ആധ്യാത്മികത, let us forget the term. പലർക്കും യൂത്ത്, ഇപ്പൊ സൂമിൽ തന്നെ ഇരിക്കുന്ന പല യൂത്തിനും ഈ ആധ്യാത്മികത കേൾക്കുമ്പോൾ തന്നെ let us forget that term. I want to live my life full. എനിക്ക് എന്റെ ജീവിതം പൂർണ്ണമായി ജീവിക്കണം. And this is spirituality. എനിക്ക് എന്റെ ജീവിതം പൂർണ്ണമായിട്ട്, I cannot live half, മുഴുവൻ കൊടുക്കാതെ കഴിവിന്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമോ മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥ ഇന്നത്തെ ജീവിതത്തിൽ യൂത്തിന്റെ അല്ല, എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. വി ആർ നോട്ട് ഗിവിങ് അവർ ഫുൾ. ദിസ് ഇസ് നോട്ട് മൈ ഫുൾ ലൈഫ്. നമുക്കിനിയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയും നമുക്ക് നമ്മുടെ മൈൻഡിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മളെ തന്നെ പിന്നിലേക്ക് വലിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില വികാര വിചാരങ്ങളെ നമുക്ക് പിഴുതെറിയാൻ പറ്റും, നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. ആൻഡ് വി ഷുഡ് ഡു ദാറ്റ്. വി ഷുഡ് ഫൈൻഡ് ദാറ്റ് ഔട്ട് ഫസ്റ്റ്. എന്താണ്, വാട്ട് ഈസ് മൈ പ്രോബ്ലം? വാട്ട് ഈസ് കീപ്പിംഗ് മീ? ഞാനിപ്പോ നിൽക്കുന്ന അവിടെ തന്നെ എന്നെ നിലനിർത്തുന്ന എന്താണ്? അത് എന്ത് തന്നെയാലും ദാറ്റ് ഇസ് മൈ എനിമി. അതിനെ കണ്ടെത്തണം. then you'll be flying. And once you discover how to fly, then there is no stopping. പക്ഷെ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിരന്തരം നോക്കണം. What is it that is stopping me? So this is
This is how we do our own empowerment. ഇങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ സശക്തനാക്കുന്നത്. It is a process. It will take time, but it is very enjoyable. And പുതിയവരോട് ഞാൻ പറയട്ടെ, this white and this badge is not necessary for that. ഇതൊരു പ്രോട്ടോകോൾ ആണ്. this is a dress code and a protocol. അത് വേണ്ടവർക്ക് ഫോളോ ചെയ്യാൻ, വേണ്ടാത്തവർക്ക് ഫോളോ ചെയ്യേണ്ട. There is no strict rules regarding that. പക്ഷെ ജീവിതത്തിന്റെ ചില നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. BK ജീവിതത്തിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇന്ന് രാവിലെ നമ്മൾ സൂമിൽ ഉണ്ടായിരുന്നവർക്കറിയാം. I want to repeat that here. There is no BK life or normal life. These are all, there is life, that's all. ജീവിതം സുഖമായി, ഹാപ്പിയായി, ശക്തമായി ജീവിക്കുക, that's all. അതിന് ചില നിയമങ്ങളുണ്ട്. അത് പഠിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. We are not here to learn BK life. There is no life called BK life. We are here to learn life, the basic principles that govern life. അതാണ് ബാബ പഠിപ്പിച്ചിരുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് മുരളി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിയമങ്ങളെ പതുക്കെ നമ്മുടെ ധാരണയിലേക്ക് വരും. ഇഫ് യു ആർ ലിസണിങ് ടു മുരളി, ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ, മുരളി ശ്രദ്ധിക്കുകയാണെങ്കിൽ, if you are a regular student of Murli, if you are a passionate student of Murli, ഞാൻ regular student എന്നുള്ള വാക്ക് ഉപേക്ഷിക്കുകയാണ്. There are a lot of regular students of Murli without much passion. Am I a passionate student of Murli? അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങൾ ഞാൻ പഠിക്കും. Majority are newcomers. Okay, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ സ്പിരിച്വൽ സ്റ്റഡി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, that is the best part. Okay, I think Rohini sister, I have taken more than enough time. നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് വരാം, so that I can address their practical questions. പ്രഭാത് ഭായ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമോ? ഓക്കെ. ബ്രദർ യൂസ് ചെയ്തൊരു വളരെ നല്ലൊരു വേർഡായിരുന്നു എക്സ്പ്ലോർ. അപ്പോൾ എക്സ്പ്ലോർ എന്നുള്ള വേർഡ് ഇപ്പോൾ യൂത്ത് ആയിട്ടുള്ള ഒരാൾ കേൾക്കുമ്പോൾ അവർക്ക് കൂടുതലും എക്സ്പ്ലോറിങ് ഔട്ട്സൈഡ് എന്നുള്ള ഒരു ഇതാണ് വരിക. ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വ്ളോഗ്സ് ആണ്. വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ പോയി കാണുക, അല്ലെങ്കിൽ ഔട്ട്സൈഡ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്യുക, അവിടെയുള്ള ലൈഫ് സ്റ്റൈൽ കാണുക, അവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതി മനസ്സിലാക്കുക, അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുക, അവരെങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയത് എന്ന് കണ്ട് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പക്ഷെ നമ്മൾ സ്പിരിച്വാലിറ്റി നോക്കുമ്പോൾ അത് കൂടുതലും പറയുന്നത് ഇന്നർ എക്സ്പ്ലോറേഷനെ കുറിച്ചാണ്. അപ്പോൾ ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാൾക്ക് ഇതൊരു എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? കാരണം ഇപ്പൊ പാഷനെ കുറിച്ച് പറഞ്ഞ പോലെ പാഷൻ ഒരു പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക ഔട്ടർ വേൾഡ് ആയിരിക്കും. പക്ഷെ സ്പിരിച്വാലിറ്റിയുടെ പാത്തുകൾ, ഇപ്പൊ ബ്രഹ്മകുമാരീസ് അടക്കം എല്ലാ സ്പിരിച്വൽ പാത്തുകളും പറയുന്നത് ഇന്നർ എക്സ്പ്ലോറേഷനെ കുറിച്ചാണ്. അപ്പൊ അതിനെ കുറിച്ച് വായിക്കാൻ എന്താ പറയാനുള്ളത്? First of all, happy to see Soumya sister after a long time. വളരെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും സൂമിൽ കൂടെ കാണാം. എക്സ്പ്ലോറേഷൻ, ഞാൻ പുതിയ കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് പറയട്ടെ, യു ക്യാൻ എക്സ്പ്ലോർ ദി ഔട്ടർ വേൾഡ് ഓൾസോ. खूब എക്സ്പ്ലോർ കരൂ. നിങ്ങൾക്ക് എവിടെ പോണോ സ്ഥലങ്ങൾ സി, that is not a bad exploration. നമ്മള് പല സ്ഥലങ്ങൾ കണ്ടു, പല ആൾക്കാരെ കണ്ടു, you learn a lot. ആൾക്കാരെ കാണുന്നതും പഠിക്കുന്നതും is one of the biggest kind of education that we can have. One of the smartest kind of education. ആൾക്കാരെ കണ്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പല സ്ഥലങ്ങളിൽ പോയി, see you learn a lot about life. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സംഭവിക്കാനിരിക്കാവുന്ന പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാതെ രക്ഷപ്പെടാൻ, പല എക്സ്പീരിയൻസുകൾ നേടാൻ. This is a good way. Do that. Explore the world. But exploring the world has its limitation.
അതുകൊണ്ട് യൂത്തിനോട് ഞാൻ രണ്ടും ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. യു എക്സ്പ്ലോർ യുവർ ഔട്ടർ വേൾഡ് ആസ് ഫാർ ആസ് പോസിബിൾ. പക്ഷേ ഔട്ടർ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ഷുഡ് ബി കോൺഷ്യസ് അബൌട്ട് ദ നെസസിറ്റി ഓഫ് എക്സ്പ്ലോറിംഗ് ദി ഇന്നർ വേൾഡ്. അതിനൊരു ക്രൈറ്റീരിയൻ ഉണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ലുക്ക് അറ്റ് അവർ സെൽസ്. നമ്മൾ നമ്മളെ നോക്കണം. ചില ബെഞ്ച് മാർക്ക് ഉണ്ട്. നമുക്ക് ആ ഹാപ്പിനെസ്, നമുക്ക് ആ കംപ്ലീറ്റ്നെസ്, ഫുൾഫിൽമെന്റ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ യൂസ്ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓർ ഇസ് ദർ സംതിങ് ലാക്കിംഗ്? ഇഫ് ദർ ഇസ് സംതിങ് ലാക്കിംഗ്, നമുക്ക് മനസ്സിലാക്കണം നമുക്ക് ഇന്നർ എക്സ്പ്ലോറേഷന്റെ ബാലൻസ് ഇല്ല. അറ്റ്ലീസ്റ്റ് ട്രൈ ടു മേക്ക് എ ബാലൻസ്. ഇന്നർ എക്സ്പ്ലോറേഷൻ മാത്രം ചെയ്തിരുന്നാൽ മതി എന്നൊന്നും നമ്മൾ യൂത്തിനോട് പറയുന്നില്ല. ബട്ട് ഇന്നർ എക്സ്പ്ലോറേഷൻ ചെയ്തേ പറ്റും. വാട്ട് ഈസ് ഇന്നർ എക്സ്പ്ലോറേഷൻ? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. എന്താണ് ഇന്നർ എക്സ്പ്ലോറേഷൻ? ഞാൻ എന്റെ ഉള്ളിൽ ഉള്ള വലിയ ലോകത്തിന് ഞാൻ തിരിച്ചറിയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിറ്റിംഗ് വിത്ത് യുവർ സെൽഫ്. ഹൗ മെനി ഓഫ് us ആർ കംഫർട്ടബിൾ സിറ്റിംഗ് വിത്ത് മൈ സെൽഫ്? അതിന്റെ ആനന്ദം, എന്നെ തന്നെ നോക്കുന്നതിന്റെ ആനന്ദം. ഞാൻ അതിനെ വലിയ സ്പിരിച്വൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്നില്ല. ബട്ട് സിറ്റിംഗ് വിത്ത് മൈ സെൽഫ്, ഒരു ഭാഗത്ത് ശാന്തമായിരുന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ നോക്കാണ്, എന്റെ ലൈഫ് പാത്ത് ഞാൻ നോക്കാണ്. ഹൗ മെനി ഓഫ് us ആർ കംഫർട്ടബിൾ ഡൂയിങ് ദാറ്റ്? ഹൗ മെനി ഓഫ് us ഫീൽ ഹാപ്പി ഡൂയിങ് ദാറ്റ്? ദിസ് ഈസ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാനതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇനി കംഫർട്ടബിൾ അല്ലെങ്കിൽ ഐ ഷുഡ് ലേൺ ടു സിറ്റ് വിത്ത് മൈ സെൽഫ്. ആദ്യത്തെ റിലേഷൻഷിപ്പ്, ദ ഫസ്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഇറ്റ്സ് വിത്ത് മൈ സെൽഫ്. ഇത് നമ്മൾ പലരും ഇത് വളരെ ലേറ്റ് ആയിട്ടാണ് തിരിച്ചറിയുന്നത്. നമുക്ക് വരുന്ന ടി-വിയിൽ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് വരുന്ന ഫോൺ കോളുകളിൽ ഭൂരിഭാഗം ഫോൺ കോളുകളും ഈസ് അഡ്രസ്സിങ് ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. എനിക്ക് എന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഐ നീഡ് സംവൺ. ഇറ്റ്സ് ഓക്കെ, എവ്രിവൺ നീഡ് സംവൺ. പക്ഷേ ആ ആള് എന്റെ എല്ലാതരം ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും ഒത്ത ആളല്ല. സോ ഐ ഫീൽ എ പ്രോബ്ലം. എനിക്ക് പറ്റിയതുപോലെ ഒരാൾ വേണം. സി, ഇറ്റ് ഇസ് വെരി ഹാർഡ് ടു ഫൈൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് എന്റെ കൂടെ ഇരിക്കാൻ പറ്റിയാൽ most of our problems will be solved. That is the first step of inner exploration. അത് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് എന്റെ കൂടെ തന്നെ ഞാൻ സുഖമായി കംഫർട്ടബിൾ ആയി ഇരിക്കാൻ തുടങ്ങിയാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ ഇൻ ഫ്രണ്ട്. എനിക്ക് അവരുടെ ഐ ഡോണ്ട് ഹാവ് എൻ ഇമോഷണൽ നീഡ്. ദിസ് ഇസ് എ ബിഗ്ഗസ്റ്റ് തിങ്. യൂത്തിന് എന്തിനാണ് ഈ ഇന്നർ എക്സ്പ്ലോറേഷൻ ആവശ്യം എന്ന് ചോദിച്ചാൽ, സി, വി ഹാഡ് ടു മേക്ക് എ പ്രോഗ്രാം ഇൻ ഗോഡ്ലിവുഡ്, ബ്രേക്കപ്പ് ടു മേക്കപ്പ്. വി ഹാഡ് ടു മേക്ക് എ പ്രോഗ്രാം. ഒരു 30ഓളം എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്തു ഓൺ ദിസ് ടോപ്പിക്. ഉഷ ദീദി ഹാൻഡിൽ ദാറ്റ്. ആ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ബിക്കോസ് ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. സൂയിസൈഡ്സ്, ഫ്രസ്ട്രേഷൻസ്, a lot of mental a lot of things happen. വലിയൊരു സങ്കടമാണ്. ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും ഫുൾ എനർജിയോടെയും ജീവിക്കേണ്ട യൂത്ത് ഒരു പാർട്ട്ണർ ശരിയായില്ല, അല്ലെങ്കിൽ എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ. ദിസ് ഇസ് വെരി സാഡ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യൂത്ത് ആരും വിചാരിക്കേണ്ട ദിസ് ഇസ് എ ബ്രഹ്മകുമാരീസ് ക്ലാസ്, ദീസ് പീപ്പിൾ ഡോണ്ട് പ്രൊമോട്ട് മാരേജ്, പ്ലീസ് മാരി ഇഫ് യു വാണ്ട്, ദർ ഇസ് നോ പ്രോബ്ലം. ബട്ട് don't put all your emotional thing on that. Don't ഇത് മാത്രം ആശ്രയിച്ച് നിങ്ങൾ ജീവിച്ചാൽ you should depend on yourself. നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത്തിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യണം. ഈശ്വരനോട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് വേറൊരു വിഷയമാണ്, നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. അറ്റ്ലീസ്റ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ സെൽഫ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ അറ്റ്ലീസ്റ്റ് ഇന്നർ എക്സ്പ്ലോറേഷൻ ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ട്ണറുടെ അടുത്ത് നമ്മൾ ഒരു പരിധിയിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. ഇൻസ്റ്റെഡ് വി വിൽ സ്റ്റാർട്ട് സപ്പോർട്ടിങ് ആൻഡ് വിൽ സ്റ്റാർട്ട് ഗിവിങ്. എനി റിലേഷൻഷിപ്പ് ക്യാൻ ബി ബ്യൂട്ടിഫുൾ. നമുക്ക് ഏത് ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും വി ക്യാൻ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. വി ക്യാൻ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ.
ബേസിക്കലി ഔട്ടർ എക്സ്പ്ലോറേഷനിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ഇന്നർ എക്സ്പ്ലോറേഷനിലാണെന്ന് എന്നാണ് ബായ് പറഞ്ഞു വരുന്നത്. അങ്ങനെയും പറയാം. ഈ ഔട്ടർ എക്സ്പ്ലോറേഷനിൽ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ഓഫ് കോഴ്സ്, ബട്ട് ഇറ്റ് ഇസ് നെവർ കംപ്ലീറ്റ്. ഇറ്റ്സ് നെവർ കംപ്ലീറ്റ്. യു കനോട്ട് എക്സ്പ്ലോർ. അങ്ങനെയാണെങ്കിൽ ലോകം എക്സ്പ്ലോർ ചെയ്യുന്ന എത്രയോ ട്രാവലേഴ്സ്, ടൂറിസ്റ്റ്, വി ഷുഡ് ബി അവർ ആശ്രമങ്ങൾ കെട്ടിയിരിക്കണമായിരുന്നു, and we should be approaching them for our answers. It doesn't happen. മുഴുവൻ ലോകവും തിരിഞ്ഞ് അവസാനം എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. മുഴുവൻ ലോകവും തിരിഞ്ഞ അവസാനം they came back to the place where they started. അവർക്ക് മനസ്സിലായി, I should sit here and explore myself. Acres of Diamond. You should read that book, Acres of Diamond. കോടിക്കണക്കിന് ഡയമണ്ടുകൾ തേടിപ്പോയ മനുഷ്യൻ അവസാനം അയാൾക്ക് മനസ്സിലായത് എന്റെ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അതവിടെ വെച്ചിട്ടാണ് ഞാൻ തിരയാൻ പോയത്. See, I'm not talking philosophy. If you want to explore the world, please do. But you must understand that if you don't keep the balance, inner exploration day, അവനവനെ തന്നെ മനസ്സിലാക്കുന്നതിന്റെ ബാലൻസ് വെച്ചില്ലെങ്കിൽ ലൈഫ് can go haywire. പിന്നെ അത് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. This is the right time to understand these concepts. So I want you to ask more questions. When you ask more questions like this, നമ്മൾ വീണ്ടും ഇതൊരു എക്സ്പ്ലോറേഷൻ. We are exploring it together. So I want more questions like this. താങ്ക് യു സൗമ്യ ബെൻ. പൂജ സിസ്റ്റർ ഉണ്ടോ? ചോദിച്ചോളൂ. ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ സൗമ്യ സിസ്റ്ററിന്റെ ക്വസ്റ്റ്യന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഏത് കാര്യം എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും, ഇപ്പൊ ഇന്നർ ആയാലും ഔട്ടർ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും ഒരു സംതിങ് വിച്ച് വിൽ പുൾ us ബാക്ക്, അതായിരിക്കും ഫിയർ ഓഫ് ഫെയിലിയർ. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നും, പക്ഷെ ഞാൻ അത് ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഇനി ഞാൻ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയും, നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഫിയർ ഉണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഇതുപോലെ എനിക്ക് നല്ല പാഷൻ ആയിരിക്കും, എന്തെങ്കിലും ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ വീണ്ടും പുൾ ബാക്ക് ചെയ്യുന്ന വേറൊരു മെയിൻ വില്ലൻ വേണമെങ്കിൽ നമുക്ക് പറയാം, ലേസിനെസ്. ഇത് രണ്ടും എങ്ങനെയാണ് ഒന്ന് ഓവർകം ചെയ്യാനായിട്ട്? ആദ്യത്തെ നമുക്ക് എടുക്കാം, ഫിയർ ഓഫ് ഫെയിലിയർ. ബട്ട് ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച്, ദിസ് ഇസ് നോട്ട് ഇന്നർ എക്സ്പ്ലോറേഷൻ. ഇന്നർ എക്സ്പ്ലോറേഷൻ ഈസ് വെരി ഡിഫറെന്റ്. ഇപ്പൊ സിസ്റ്റർ ചോദിച്ചത് നമ്മുടെ മേഖലയെ കുറിച്ച്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഐ വാണ്ട് ടു ഡു ഇൻ ദ വേൾഡ്. അവിടെയാണ് ഫിയർ ഓഫ് ഫെയിലിയർ വരുന്നത്. ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്, ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ, ഐ വാണ്ട് ടു സ്റ്റാർട്ട് ദിസ്, ഐ വാണ്ട് ടു സ്റ്റാർട്ട് ദാറ്റ്. ഒരു സ്റ്റാർട്ടപ്പ് എനിക്ക് വേണം, ആൻഡ് ദർ ഈസ് ലോട്ട് ഓഫ് ഫിയർ. എനിക്കതിനുള്ള കഴിവുണ്ടോ, ഫീലിംഗ് ഓഫ് ഇനാഡിക്വസി, എനിക്കിത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇത് വേറൊന്നാണ്. ദിസ് ഇസ് നോട്ട് ഇന്നർ എക്സ്പ്ലോറേഷൻ. ഇന്നർ എക്സ്പ്ലോറേഷന് നമുക്ക് ഇത്തരം ഇതൊന്നും വരില്ല. ഇറ്റ് ഈസ് എ ട്രസ്റ്റ് വിത്ത് മൈസെൽഫ്. ഞാൻ എനിക്ക് തന്നെ സമയം കൊടുത്ത്, ഞാൻ എനിക്ക് വേണ്ടി ഇരിക്കാൻ ഒരു ഭാഗത്ത്, എന്നെ തന്നെ നോക്കാൻ. അത് തന്നെ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ പ്രോസസ്. അതിന് സമയമെടുക്കും, അതും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ സമയമെടുക്കും. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഇന്നർ എക്സ്പ്ലോറേഷനിലേക്ക് വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. നമുക്ക് ബ്രഹ്മകുമാരീസിൽ വി ഹാവ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം. ആ സിസ്റ്റത്തിനെ കുറിച്ച് ഇപ്പൊ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് വി ഹാവ് ന്യൂ സ്റ്റുഡൻസ്, ന്യൂ പീപ്പിൾ സിറ്റിംഗ് ഫോർ ദ ക്ലാസ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത്രയും മനസ്സിലാക്കണം, നമ്മളൊരു മെഡിറ്റേഷന്റെ ശാന്തമായിട്ട് 5-10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന, അധികം ചിന്തകളുടെ അലോസരങ്ങളില്ലാതെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ലെവൽ എത്താൻ തന്നെ ഇറ്റ് വിൽ ടേക്ക് നിയർലി 6 months, മേ ബി ഇറ്റ് വിൽ ടേക്ക് 1 year. ഇന്നർ എക്സ്പ്ലോറേഷൻ ഈസ് ഡിഫറെന്റ്. ഇനി സിസ്റ്റർ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫിയർ ഓഫ് ഫെയിലുവർ. ഫെയിലുവറിനെ കുറിച്ചുള്ള ഫിയർ മാത്രമല്ല, ഏത് തരം ഫിയറും ഇറ്റ് വിൽ ക്രിപ്പിൾ അസ്. നമ്മൾ ഫിയറിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ഫിയർ ക്യാൻ ക്രിപ്പിൾ. രാവിലത്തെ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ, രാവിലത്തെ റെക്കോർഡിംഗിൽ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഒരു ചെറിയ 1 അടി വീതിയുള്ള 15 അടി നീളമുള്ള ഒരു മരപ്പലക, 1 അടി വീതിയുള്ള 15 അടി നീളമുള്ള ഒരു മരപ്പലക.
അത് നിലത്തിട്ടിട്ട് അതിന്റെ മേലെ കൂടെ നടക്കാൻ പറഞ്ഞാൽ, നിലത്ത് തൊടാതെ ആ പലകയുടെ മേലെ കൂടെ നടക്കാൻ പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും. ആ അതേ പലകയെ ഒരു 40 അടി ഉയരത്തിലുള്ള 2 തൂണുകളിലേക്ക് കെട്ടിയിട്ട് അതിന്റെ മേലെ നടക്കാൻ പറഞ്ഞാൽ, see it is the same physical dimension. ആ പലക ഒരടി, അപ്പോഴും ഒരടി വീതിയുണ്ട്, 15 അടി നീളമുണ്ട്. ബട്ട് ദ ഓൺലി പ്രോബ്ലം ഇസ് ഇറ്റ്സ് എലവേറ്റഡ് 40 feet above the ground level. So what? എന്താണ് പ്രശ്നം? അതേ ഡയമെൻഷനില്ലേ, നമ്മളും അതേ വ്യക്തിയാണ്, അതിനും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാൻ't we walk? നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആലോചിക്കും, there are certain things which come in our mind. കുറച്ച് അൺനെസസറി കാര്യങ്ങൾ വരും. കാലം ഒന്ന് തെന്നിയാലോ, ആ ചിന്ത വന്നാൽ പിന്നെ ഒരടി നമ്മൾ മുന്നോട്ട് വയ്ക്കില്ല. നമ്മൾ പറയും ഇറ്റ്സ് ഫൈൻ, ഞാൻ താഴെ തന്നെ നടന്നോളാം. സോ ഫിയർ ക്യാൻ ക്രിപ്പിൾ. സി, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഡയമെൻഷൻ. നമുക്ക് സാധിക്കും, അതിലൂടെ നമ്മൾ നിലത്ത് നടന്നതാണ്. ബട്ട് ദർ ഇസ് എ ഫിയർ ഫാക്ടർ നൗ. ഫിയർ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കാര്യങ്ങൾ പോലും പുറത്തു വരില്ല, സ്റ്റക്ക് ആവും, അവിടെ സ്റ്റക്ക് ആവും. ദിസ് ഇസ് ഹാപ്പനിങ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. See this, ഇതിൽ നിന്ന് പുറത്തു വരാം. യു സ്റ്റാർട്ട് യുവർ ജേർണി. ഉള്ളില് ശക്തമായ ചില ചിന്തകൾ നിറയ്ക്കണം. ദർ ഇസ് നത്തിങ് കാൾഡ് ഫെയിലുവർ. ഫെയിൽ ആയാൽ വാട്ട് ഇസ് എ പ്രോബ്ലം? ലെറ്റ് മീ ഫെയിൽ എ ഫ്യൂ ടൈംസ്. ഫെയിലുവറിനോടുള്ള അറപ്പൊന്ന് മാറണം. ഒരു 4 തവണ ഫെയിൽ ആയി, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവര്, വേൾഡിൽ യു സീ ദ വേൾഡ് സിനാരിയോ, യു ടേക്ക് എനി വൺ. ഇപ്പോ ടോപ്പിൽ നിൽക്കുന്ന ഇലോൺ മസ്ക്, നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ്, ഇത്തരം ആൾക്കാർ നോക്കൂ, they have been a failure at certain point of time. ഫെയിലുവർ ചെയ്തിട്ട് തന്നെയാണ് അവരെത്തിയത്. ലെറ്റ് മീ ഫെയിൽ. ഫെയിലുവർ ഈസ് വെരി സ്വീറ്റ് ആക്ച്വലി. അവിടെ ഫെയിലുവറിൽ നിന്ന് പഠിക്കുന്ന പോലെ വേറെ ഒന്നിൽ നിന്നും പഠിക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് നമ്മൾ ഫെയിലുവർ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വെക്കണ്ട, നമ്മൾ വിജയിക്കാൻ വേണ്ടി സ്റ്റെപ്പ് വെച്ചാൽ മതി. ദ റീസൺ ഫോർ ഫെയിലുവർ ഈസ്, വിജയത്തിന്റെ എല്ലാ ഘടകങ്ങളും നമ്മുടെ തലയിൽ വയേർഡ് അല്ല ഇപ്പോഴും, അത് ഉള്ളിലുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ സബ് കോൺഷ്യസ്. ആഫ്റ്റർ എവറി ഫെയിലുവർ ഇറ്റ് കംസ് ഔട്ട്. വി ഡോണ്ട് റിപ്പീറ്റ് ദ സെയിം തിങ് അഗെയിൻ. നമ്മൾ വിജയത്തിലേക്ക് കൂടുതൽ നമ്മുടെ പീക്ക് പെർഫോമൻസിലേക്ക്, നമ്മുടെ കഴിവുകളെല്ലാം ഉണർത്തിക്കൊണ്ടുവന്ന് ആ പീക്ക് പെർഫോമൻസിലേക്ക് പോകാനുള്ള നെസസറി സ്റ്റെപ്പാണ് ഫെയിലുവർ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഭയം, ഓരോ തവണ ഫെയിലുവർ ആകുമ്പോൾ ഭയം കുറഞ്ഞാണ് വരുന്നത്. ഇതും എക്സ്പ്ലോർ ചെയ്യണം. ലെറ്റ് us എക്സ്പ്ലോർ ഫെയിലുവർ. സിസ്റ്റർ രണ്ടാമത് പറഞ്ഞത്, that's of course a will. Laziness is a big problem. Procrastination, laziness, നാളത്തേക്ക് നാളെ ചെയ്യാം, ഇപ്പൊ ചെയ്യണ്ട, അത് വി ഷുഡ് ടാക്കിൾ. ഡിറ്റർമിനേഷനോട് കൂടി നമ്മളെ തന്നെ ടാക്കിൾ ചെയ്യണം. നമ്മൾ തന്നെ ടാക്കിൾ ചെയ്യണം. സി, വി നീഡ് ടു ഈറ്റ് എ ലൈവ് ഫ്രോഗ്. ഈ ഫ്രോഗ് എക്സാമ്പിൾ ഒരുപാട് പേര് തന്നെ, ഇറ്റ്സ് വെരി കോമൺ, എന്നാലും ഇറ്റ് സൂട്ട്സ് ദ പർപ്പസ്. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ജീവനുള്ള തവളയെ തിന്നണം എന്നുള്ള നിയമം കൊണ്ടുവന്നാൽ ഓരോ ദിവസവും കഴിക്കണം ഒരു ജീവനുള്ള തവളയെ. ഓക്കെ, യു കനോട്ട് എസ്കേപ്പ് ദാറ്റ്. ചോറിന്റെ കൂടെ കഴിക്കാം, ഇല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എനി പോയിന്റ് ഓഫ് ടൈം യു ഷുഡ് ഈറ്റ് 1 frog പെർ ഡേ. അങ്ങനെയാണെങ്കിൽ അത് ജീവനുള്ള തവളയാണ്, വേവിച്ച് മസാലയും തെച്ച് കഴിക്കാൻ പറ്റില്ല. അത് എപ്പോ കഴിക്കുന്നതായിരിക്കും നല്ലത്? രാവിലെ കഴിച്ച് തീർക്കണോ, ഉച്ചയ്ക്ക് കഴിക്കണോ, രാത്രി ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് കഴിക്കണോ? രാത്രിയാണ് നമ്മൾ കഴിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. യു തിങ്ക് അബൌട്ട് ദ ഹോൾ ഡേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാത്രി ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്റെ മനസ്സിന്റെ ബാക്കിൽ അത് കിടക്കുന്നുണ്ട്. ബിഫോർ ഐ ഗോ ടു ബെഡ് ഐ ഷുഡ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ബിഫോർ ഐ ഗോ ടു ബെഡ് ഐ ഷുഡ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഏത് കാര്യം നമുക്ക് സമാധാനമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും? സോ ദ ബെസ്റ്റ് തിങ് ഈസ്, ചെയ്തേ പറ്റൂ, ആ തവളയെ തിന്നേ പറ്റൂ എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് ദ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. എങ്ങനെയെങ്കിലും രാവിലെ തന്നെ തിന്ന് അത് തീർക്കുക. വൈകുന്നേരം വരെ സമാധാനമായിട്ട് വി ക്യാൻ focus on our work. The frog is the ugliest, hardest task that you need to do. അതാണ് ഈ തവള. അതിനെ എപ്പോഴാണ് ചെയ്യേണ്ടത്? Do it the first thing in the morning. Make it the priority.
കുട്ടികൾ പലപ്പോഴും ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് കൂടുതൽ എടുത്ത് പഠിക്കുന്നത്. When they know that our difficult subject should take up the lion's share of their time. പക്ഷെ അവരെ കൊണ്ട് സാധിക്കാറില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനാണ്. So when we talk about laziness എന്നുള്ളൊരു സംഭവം, it is just a lack of determination. It is a lack of proper perspective, lack of awareness of the കോൺസിക്വൻസിനെ കുറിച്ച് ശരിയായ ബോധം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ലേസിനെസ് വിൽ നോട്ട് ബി എ പ്രോബ്ലം. പർപ്പസ് ഇല്ലാതിരിക്കുമ്പോഴാണ് ലേസിനെസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ പർപ്പസ്, ലെറ്റ് us ഫൈൻഡ് ഔട്ട് സംതിങ് ടു കോൺട്രിബ്യൂട്ട് ടു ദ വേൾഡ്. എന്നെ തന്നെ, ഇതാണ് എക്സ്പ്ലോറേഷൻ. ദിസ് ഈസ് വൈ എക്സ്പ്ലോറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാവർക്കും ഓരോ യുണീക്നെസ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ പലരും അത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ട് പോകുന്നില്ല. വാട്ട് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട്, ദ പവർ ഓഫ് മൈ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സ്റ്റിൽ ദർ ഇസ് ടൈം. ഇനിയും കുറച്ച് സമയമുണ്ട് നമ്മുടെ കയ്യിൽ. ലെറ്റ് us start that. Let us find out what I am made for. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിൽ വന്നത്, എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, നമുക്കതിനെ കുറിച്ചും സീരിയസ് ആയിട്ട് ചിന്തിച്ച് അതിനെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്ന് ലെറ്റ് us start living our life full on. പിന്നെ ഈ ലേസിനെസ് എന്നുള്ള കാര്യം നമ്മൾ താങ്ക് യു പൂജ സിസ്റ്റർ. അടുത്തത് ആരാ റെഡി ആയിരിക്കുന്ന? ചൈതന്യ സിസ്റ്റർ. Don't be afraid to ask personal questions. ചൈതന്യ നമ്മുടെ സിസ്റ്റർ ശരിക്കുള്ള പ്രോബ്ലം. അടുത്തത് ആരാ റെഡി ആയിരിക്കുന്ന? അശ്വിനി സിസ്റ്റർ ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തു. ഓം ശാന്തി ബ്രദർ. ഓം ശാന്തി. എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത് ഇപ്പോൾ പൂജ സിസ്റ്റർ ചോദിച്ചു, ഒന്ന് ഫെയിലിയറിനെ കുറിച്ചിട്ട്. പിന്നെ ചോദിക്കാനുള്ളത് നമുക്കിപ്പം ഇപ്പൊ ഞാൻ സ്പിരിച്വൽ ഇപ്പൊ ക്ലാസ്സെല്ലാം കേൾക്കുന്നതാണ്. അപ്പോ എന്താ പറയാ, ഒരു രണ്ടാളെ കാണുന്നുണ്ടോ പറയൂ. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. നമുക്ക് എന്താണ് തെറ്റ്, അത് എന്താ പറയാ പറഞ്ഞു പഠിപ്പിക്കുന്നത്, വെറുതെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. നമ്മളൊരു ഇത് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പൊ ടീച്ചേഴ്സൊക്കെ ഇതാണ് ശരി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒന്ന് പറഞ്ഞു തരുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് വേറെടുക്കുന്ന കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാത്ത ഒരു അവസരം വരുമ്പോൾ അപ്പൊ ഇപ്പൊ ഞാൻ എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതായിരിക്കും അങ്ങനെ ആയിരിക്കും പാർട്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതെനിക്ക് ഇമോഷണലി എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം. എനിക്ക് സ്ട്രോങ് ആവണം. ഇമോഷണലി എനിക്ക് സ്ട്രോങ് ആവാൻ ഇപ്പൊ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തിനൊക്കെയാണ്? സിസ്റ്റർക്ക് ഇപ്പോ സപ്പോർട്ട് വേണം, അത് കിട്ടുന്നില്ല. യു ഹാവ് എ നീഡ് ഫോർ എൻ ഇമോഷണൽ സപ്പോർട്ട്, അതാണ് ഉദ്ദേശിച്ചത്. ആ സപ്പോർട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു എന്താ പറയാ ചെറുപ്പത്തിലുണ്ടാവുമല്ലോ നമുക്ക്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വളരുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഈ സ്ഥിതിയിൽ എത്തുമായിരുന്നു, അങ്ങനെ ഒരു കോൺസെപ്റ്റ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലായി, ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവില്ല. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതിപ്പോ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ എനിക്ക് മാറ്റം എടുക്കണം. അതിന് ഇപ്പൊ ഇമോഷണലി എനിക്ക് സ്ട്രോങ് ആക്ച്വലി യു ഡോണ്ട്. അത് നമ്മുടെ ഒരു നമുക്ക് ചെറുപ്പകാലത്ത് നിന്ന് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നമ്മളെടുത്ത ചില നമ്മുടെ ഉള്ളിലുള്ള ചില റോങ് കൺസെപ്ഷൻസ് കിടക്കുന്നുണ്ട്. ദാറ്റ് ഐ നീഡ് എ സപ്പോർട്ട്, ഐ നീഡ് എ പുഷ് ടു മൂവ് ഓൺ. ആക്ച്വലി അങ്ങനെയല്ല.
പക്ഷെ അതിന് നമ്മളെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെൽഫ് എക്സ്പ്ലോറേഷൻ എന്നുള്ള വാക്കിനെ ഞാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. നമ്മൾ അതിൽ നമ്മളെ തന്നെ നോക്കുന്നതിലും നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിലും നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വൺസ് വി ഡു ദാറ്റ്, നമുക്ക് നമ്മുടെ സപ്പോർട്ട് തന്നെ ധാരാളം മതി. ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് കോൺഫിഡൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത്. പക്ഷെ അതിന് ഒരു ചെറിയ പ്രീ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, ദർ ഷുഡ് ബി സംതിങ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം. വി ഷുഡ് ബി പാഷനേറ്റ് അബൌട്ട് സംതിങ്. അതെന്തായാലും കുഴപ്പമില്ല. പലരും അവരുടെ പാഷൻ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാഷൻ എന്താണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതാണ് എനിക്കിതായി തീരണം എന്ന് പറയാൻ പോലും ഒരു മടി. ബിക്കോസ് ദേ തിങ്ക് അതൊന്നും ഞാൻ ചിലപ്പോൾ എത്തിച്ചേരില്ല. സി, വി ജസ്റ്റ് നീഡ് ടു സേ ദ വാട്ട്. എന്താണ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെ വേണം, ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ്. ഇറ്റ് വിൽ കം ടു യു. ആ എന്താണ് വേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റിയും അതിന്റെ ശക്തിയും അതിലേക്ക് പോകാനുള്ള അദമ്യമായ ആഗ്രഹവും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ, ഹൗ പാർട്ട് വിൽ ആൻസർ ഇറ്റ് സെൽഫ്. ഐ നീഡ് മൈ ഓൺ സപ്പോർട്ട്, ദാറ്റ്സ് ഓൾ. മറ്റ് സപ്പോർട്ടുകളെല്ലാം സമയത്ത് വന്നോളൂ, സമയത്തെ വരുള്ളൂ. അതിന് നമ്മൾ ഓരോ ദർ ആർ സർട്ടൻ ലെവൽസ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഹി വിൽ ഡു ദാറ്റ്. അതിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ ഒരു വിശ്വാസം. ട്രസ്റ്റ് ദ പ്രോസസ്. ദർ ഈസ് എ പ്രോസസ്. ഒരാളൊരു സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ അതിനെ സാക്ഷാത്കരിച്ച് അതിന്റെ ലാസ്റ്റ് വരെ എത്തിക്കാനുള്ള ഒരു പ്രോസസ് ഉണ്ട്. ഇറ്റ്സ് ആൻ അൺസീൻ പ്രോസസ്. ബട്ട് ട്രസ്റ്റ് ദാറ്റ് പ്രോസസ്. ആ പ്രോസസ് നടക്കും. അതിൽ ഒരാൾക്കും ഒരു വിവേചന, സിസ്റ്റർ ആ പറഞ്ഞ വാക്കിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവർക്കും എല്ലാം കിട്ടില്ല. അബ്സല്യൂട്ട്ലി നോട്ട്. എല്ലാവർക്കും എല്ലാം കിട്ടും. ബട്ട് ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് മൈ ഓൺ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കണം. എനിക്ക് എല്ലാം ആവശ്യമില്ല. ഒന്നാമത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് എല്ലാം കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ ചില അഭിരുചികളും എൻ്റെ ചില കഴിവുകളും എൻ്റെ ഉള്ളിലുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയാൽ മതി. അത് കിട്ടുകയും ചെയ്യും. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. അതിനെ ഉറച്ചു വിശ്വസിക്കണം. ചിലർ പറയുന്നത്, വെൻ യു ഒരു എയിം നമ്മൾ വെക്കുന്ന സമയത്ത് ദി യൂണിവേഴ്സ് കൺസ്പയർ ഫോർ യു ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. വി ഷുഡ് ബിലീവ് ഇൻ ദാറ്റ്. ഒരു സ്വപ്നം നമ്മൾ വെക്കുന്ന സമയത്ത് മുഴുവൻ ദൈവവും മറ്റെല്ലാ ചരാചരങ്ങളും അതിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദിസ് ഇസ് വെരി റൈറ്റ്. ഓഫ് കോഴ്സ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. ബട്ട് ഇത്രയും വലിയ ഹെൽപ്പ് വേറൊരു ഭാഗത്തിരിക്കുമ്പോൾ ഹൂ ഈസ് ഫോക്കസിങ് ഓൺ ഒബ്സ്റ്റക്കിൾസ്? ഒബ്സ്റ്റക്കിൾസിനെ ആര് ഫോക്കസ് ചെയ്യും? നമുക്ക് ഒബ്സ്റ്റക്കിൾസിനെ ഫോക്കസ് ചെയ്യേണ്ട. ലെറ്റ് ഇറ്റ് കം. അത് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒബ്സ്റ്റക്കിൾസ് വരും എന്ന് പേടിച്ച് ചെയ്യാതിരിക്കുന്ന, അതാണ് നേരത്തെ പറഞ്ഞ ഫിയർ ഓഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോലുള്ള ഫിയർ. തുടങ്ങണ്ടേ, യാത്ര തുടങ്ങണ്ടേ, മുന്നോട്ട് പോകാൻ തുടങ്ങാൻ പോലുള്ള ഭയം. സി, ലെറ്റ് us സ്റ്റാർട്ട്. ലെറ്റ് us കീപ് അവർ മൈൻഡ് ക്ലിയർ. നമുക്ക് എന്താണ് വേണ്ടത്, അതിലേക്ക് നടക്കാൻ ആരംഭിക്കാം. എഡ്യൂക്കേഷൻ വിൽ കം ഓൺ ദ വേ. അത് സാറിന്റെ ബൈജിയുടെ ഒരു ഇപ്പൊ യൂത്ത് ടോക്ക് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് കുറച്ചു മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്, എവിടെയാ എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്, എവിടെയാ മാറ്റേണ്ടത്. അപ്പോഴും എനിക്ക് കിട്ടിയ ഉത്തരം, ഞാൻ എൻ്റെ ടൈം ടേബിൾ, ബൈജി അതും പറഞ്ഞു, നമ്മളുടെ ടൈം ടേബിളിന് ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. അപ്പൊ അതിൽ എനിക്ക് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത് എൻ്റെ കാര്യം ഒന്ന് മോർണിംഗ് സമയം, എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതും ഇപ്പം അവിടെയും ശ്രദ്ധിക്കണം എന്ന് ഇപ്പൊ മനസ്സിലായി എനിക്ക്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ഡൗട്ട് ഉണ്ടല്ലോ, സംശയങ്ങളും അവനവനെ കുറിച്ചുള്ള ഞാൻ പോരാ എന്നുള്ള ഇതിനെയൊക്കെ നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് വി ഷുഡ് ബിലീവ് ഇൻ അവർസെൽഫ് ഫസ്റ്റ്. എനിക്ക് എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എപ്പോഴും ഓർമ്മ വെക്കണം. നമ്മൾ അർഹിക്കുന്നത് നമ്മളിലേക്ക് എത്തുന്നത് തടയാൻ ഈശ്വരന് പോലും കഴിയില്ല. നമ്മൾ അർഹിക്കുന്നത്, അർഹത എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് പറയാം. ഞാൻ അർഹിക്കുന്നത് എന്നിലേക്ക് എത്തിച്ചേരുന്ന തടയാൻ ഈശ്വരന് പോലും കഴിയില്ല. എന്നാൽ ഞാൻ അർഹിക്കാത്തത്, എന്ത് കിട്ടാനാണോ എനിക്ക് യോഗ്യത ഇല്ലാത്തത്, അതെനിക്ക് തരാനും ഈശ്വരന് പോലും കഴിയില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ
ഹൗ ഐ ഡെവലപ്പ് മൈസെൽഫ്. ഇനി യോഗ്യത എന്താണ്? യോഗ്യത മറ്റൊന്നുമല്ല, ഞാൻ എന്നെ മനസ്സിലാക്കി, എന്റെ കഴിവുകളും ശക്തികളും ബലഹീനതകളും എല്ലാം മനസ്സിലാക്കി ആ ബലഹീനതകളെ മാറ്റി ശക്തികളെ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോസസ് മാത്രമേ എനിക്ക് വേണ്ടൂ. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവ്രി വൺ. എല്ലാവരുടെയും ലൈഫ് അതാണ്. അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതി. എല്ലാവരും പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Let me do that in an organized way. That's all. താങ്ക് യു അശ്വിനി സർ. നമ്മളുടെ സമയം 8:08 അപ്പോ ആരെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രഭാത് ഭായ്, ഇതില് ഒരു കുട്ടി അയച്ചിരിക്കുന്നത് അവർക്ക് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറയുന്നത്, ഓം ശാന്തി പ്രഭാത് ഭായ്, ഹൗ ക്യാൻ വി റെക്കഗ്നൈസ് പർപ്പസ് ഓഫ് അവർ ലൈഫ്? How to tackle fear of uncertainty of future about getting a good job and being successful in life? നോക്കൂ, ഒന്നാമത് ഒരു ഗുഡ് ജോബ് മാത്രമേ നിങ്ങളുടെ ലക്ഷ്യമുള്ളൂ എങ്കിൽ ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഇസ് എ വെരി സ്മോൾ തിങ്. അതൊരു വളരെ ചെറിയ കാര്യമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ആയിരിക്കുന്ന സ്ഥിതിക്ക് ഒരു ജോബ് കിട്ടുക, നല്ലൊരു ജോബ് കിട്ടുക, ഇതൊരു വളരെ ചെറിയ ലക്ഷ്യമാണ്. എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ്. ഇത്രയും നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് തിങ്. പർപ്പസ് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഇറ്റ് മേ ടേക്ക് ടൈം. ചിലവർക്ക് അത് 10 വയസ്സിലേ മനസ്സിലാവുന്നു, ചിലവർക്ക് അത് 50 വയസ്സായിട്ടും പിടികിട്ടാതിരിക്കുന്നു. എനിക്ക് അതിന് ഒറ്റ ആൻസറേ പറയാനുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ എല്ലാ പൊട്ടൻഷ്യലുകളും പ്രയോഗിച്ചുകൊണ്ടിരിക്കണം, ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടിരിക്കണം. വി വിൽ ഇവൻച്വലി റീച്ച് അവർ ബെസ്റ്റ്. ഇപ്പൊ എനിക്ക് 2-3 കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും. യു ഡു ഓൾ ദ 3. എല്ലാം പറ്റുന്നത് പോലെ നിങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ബിക്കോസ് യു കനോട്ട് ചൂസ് റൈറ്റ് നൗ. നിങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മേഖല, നിങ്ങൾക്ക് ഉറപ്പില്ല. യു ട്രൈ ടു ഡു ഓൾ, ബട്ട് ലുക്ക് അറ്റ് യുവർ സെൽഫ്. ഇതിൽ ഈ 3 എണ്ണത്തിൽ അല്ലെങ്കിൽ 2 എണ്ണത്തിൽ ഒന്നാണ് എന്റെ മേഖല. വാട്ട് ഈസ് ഇറ്റ്? ചിലപ്പോൾ ഇത് 3 ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. എക്സ്പ്ലോർ ഇറ്റ്. ഇപ്പൊ ഉള്ളത് എക്സ്പ്ലോർ ചെയ്താൽ മതി. നാളെ കുറിച്ച് ഡോണ്ട് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. ഫ്യൂച്ചർ അൺസർട്ടൺ ആയിരിക്കും. ഹൂ സെഡ് ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ? യു മേക്ക് ദ ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഈസ് നോട്ട് അൺസർട്ടൺ. നമ്മുടെ മനസ്സിലാണ് ഈ അൺസർട്ടനിറ്റി കിടന്ന് കളിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ആണത്. ഇറ്റ് ഈസ് നോട്ട് ദെയർ. ഫ്യൂച്ചർ ഈസ് നോട്ട് എ റിയാലിറ്റി. ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇല്ല. അതൊരു മെമ്മറി ട്രേസ് ആണ്. ഫ്യൂച്ചർ ഇസ് ജസ്റ്റ് എ പ്രൊജക്ഷൻ. ഇപ്പൊ എന്താണ്? വാട്ട് ഈസ് മീ? കം ബാക്ക് ടു ഇറ്റ്. നിങ്ങൾ മെഡിറ്റേഷൻ, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ്, ഓൾ ഓഫ് യു ഹൂ ഈസ് വാച്ചിങ് ദിസ് ഇൻ സൂം, പുതിയ ആൾക്കാർ, പ്ലീസ് എക്സ്പ്ലോർ മെഡിറ്റേഷൻ. ശാന്തമായിരുന്നുകൊണ്ട് മെഡിറ്റേഷൻ പഠിക്കൂ. അവനവനെ തന്നെ നോക്കണം. എന്താണ് എൻ്റെ ഉള്ളിൽ ഇപ്പൊ ഉള്ളത്? വാട്ട് ക്യാൻ ഐ ഡു റൈറ്റ് നൗ? ദർ ഷുഡ് ബി എ ലോങ് ടേം ഗോൾ. എനിക്ക് ചില കാര്യങ്ങൾ ലോങ് ടേം ആയിട്ട് എന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അതെല്ലാം നടക്കട്ടെ. ബട്ട് വാട്ട് ഈസ് ഇൻസൈഡ് മീ റൈറ്റ് നൗ? എനിക്ക് ഇപ്പൊ എന്നെ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ഡു ദാറ്റ്. ടേക്ക് എ 1 day പ്രൊജക്ട്. ഒരു ദിവസം നോക്കിയാൽ മതി. പിന്നെ 1 വർഷത്തിന്റെയും 10 വർഷത്തിന്റെയും പ്രൊജക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ലക്ഷ്യം ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ മൂവ് ഫോർവേഡ് ടു ദാറ്റ്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ. എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോഴുള്ള എന്നെ ഞാൻ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ഒരു വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മുടെ ശക്തികളെയും ഗുണങ്ങളെയും വളർത്താനുള്ള ദിസ് ബ്യൂട്ടിഫുൾ പ്രോസസ് കാൾ മെഡിറ്റേഷൻ, അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. യു വിൽ നോ ദാറ്റ് യു ആർ ഡെവലപ്പിംഗ് യുവർ സെൽഫ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കും, അവയർനെസ് വന്നുകൊണ്ടിരിക്കും. അവർ വിസ്ഡം വിൽ ഡെവലപ്പ്. ആൻഡ് വൺസ് ദ വിസ്ഡം ഓപ്പൺസ് അപ്പ്, യു ക്യാൻ സീ വെരി ക്ലിയർലി വാട്ട് യു ആർ മെയ്ഡ് ഫോർ. കുറച്ചതിന് എഫർട്ട് ചെയ്യണ്ടേ? നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു, സോഫയിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് ചിപ്സ് കഴിച്ചിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഒരു എഫർട്ട് അതിനാവശ്യമുണ്ട്. നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം, ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. വാട്ട് ആം ഐ മെയ്ഡ് ഫോർ? ആൻഡ് യു വിൽ ക്ലിക്ക്. ഓക്കെ, താങ്ക് യു പ്രഭാത് ഭായ്. ഒരു മിനിറ്റ് ഭായി. ഓം ശാന്തി. നമ്മളിങ്ങനെ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ഒന്നും കിട്ടാതെ ആവുന്നുള്ളൊരു നിലയിലെത്തില്ലേ നമ്മളെല്ലാം കൂടെ ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാല്? ഹലോ, ഇത് ആരാ ചോദിക്കുന്നത്? വീഡിയോ ഓൺ ചെയ്യൂ.
ആദർശാണോ? ആദർശ് ക്വസ്റ്റ്യൻ മുഴുവൻ കേട്ടില്ല. ഭായ് നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഇപ്പൊ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവസാനം ഒന്നും എവിടെയും എത്താത്ത പോലെ ആവില്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് എല്ലാ കാര്യങ്ങളും? നമുക്ക് നമുക്ക് 2-3 കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ട. നമ്മൾക്ക് ഈ കൺഫ്യൂഷൻ ധാരാളം യൂത്തിനുണ്ട്. എനിക്ക് ഈ കഴിവുമുണ്ട്, ഈ കഴിവുമുണ്ട്, ഇതിൽ ഏതാണ് പോണ്ടത്? ദാറ്റ് വാസ് വാട്ട് ഐ വാസ് അഡ്രസ്സിങ്. ഇത് ക്ലിയർ ആയോ? 2-3 കാര്യങ്ങൾ നമുക്ക് നന്നായി ചെയ്യുന്നതുണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാത്തിനും സമയം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നത് വരെ. അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ സമയം ഏതിന് കൊടുക്കണം. സി ദർ ഇസ് നോ അതർ വേ. ഇത് ഒരു ട്രയൽ ആൻഡ് എററിലൂടെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ക്ലാരിറ്റി നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് കണ്ട്, അല്ലെങ്കിൽ യു ജസ്റ്റ് ചൂസ് വൺ. എനിക്ക് ബാക്കി എക്സ്പ്ലോർ ചെയ്യേണ്ട, വൺ തിങ് ഇസ് ഇനഫ് ഫോർ മീ എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. പക്ഷെ ഈ കൺഫ്യൂഷൻ ഉള്ളവരോടാണ് ഞാൻ പറഞ്ഞത്, ഇഫ് യു ഹാവ് എ കൺഫ്യൂഷൻ, നിങ്ങൾക്ക് അതോ ഇതോ ഒന്ന് ക്ലിയർ ആവുന്നില്ലെങ്കിൽ യു കണ്ടിന്യൂ വിത്ത് ബോത്ത്. എ ടൈം വിൽ കം, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും സ്റ്റോപ്പ് ദാറ്റ് ആൻഡ് ഡു ദിസ്. എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് വി ആർ ഗുഡ് അറ്റ്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ TV പ്രൊഡക്ഷന്റെ മേഖലയിലാണ്. ഐ എം ഡൂയിങ് 3 things at this. സർ കേൾക്കുന്നില്ല. പ്രഭാത്, ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്, അതൊരു വേറെ മേഖലയാണ്. ഐ ഡു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. ഈ 3 കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. And a time will come when I need to focus only on one. ഇപ്പൊ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ എന്നെ മാറ്റിത്തരാൻ ഞാൻ എൻ്റെ നിമിത്തമായ ആളോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് എല്ലാത്തിനും കൂടി ചെയ്യാൻ പറ്റുന്നില്ല, പ്ലീസ് റിമൂവ് മീ ഫ്രം ദിസ്. എനിക്ക് 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ആൻഡ് എ ടൈം വിൽ കം when I go into only one. പ്രോഗ്രാം പ്രൊഡക്ഷൻ, അതിന്റെ മേൽനോട്ടം മാത്രം നിർവഹിക്കുന്ന ഇതിലേക്ക് ഐ വിൽ കം ഇവൻച്വലി. ഇപ്പൊ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ക്യാൻ ഫൈൻഡ് ടൈം. നാളെ എല്ലാത്തിനും സമയം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഐ വിൽ ഡു ഓൺലി വൺ. അതെല്ലാവർക്കും ഇറ്റ് ഈസ് അവർ ഇവോൾവ്മെന്റ്. ഇത് നമ്മുടെ എവല്യൂഷൻ ആണ്. നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്യണം, എന്നിട്ട് നമ്മൾ കണ്ടെത്തണം ഏത് കാര്യമാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് എനിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. It is a process. Let us start the process. Thank you, Prabhat bhai. നമ്മളുടെ യൂത്ത് ഗ്രൂപ്പില് എല്ലാവരും ക്ഷമയോടെ, നമ്മളെപ്പോഴും ഇതുപോലെ 7 to 8 എന്നുള്ള ടാർഗറ്റ് വെച്ചാലും പലപ്പോഴും 8:30 ആവും. പക്ഷെ എല്ലാവരും വളരെ ക്ഷമയോടുകൂടി എപ്പോഴും പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ലൈക്ക് വൈസ് ഇന്ന് ദിശ ഗ്രൂപ്പിന്റെ വലിയൊരു സക്സസ്ഫുൾ ഡേ ആണ്. കാരണം നമ്മളെ സീന സിസ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, നമ്മള് ഫെബ്രുവരി മന്തില് നല്ലൊരു സ്പീക്കറിനെ കൊണ്ടുവന്ന് ഒരു ഇൻസ്പിറേഷണൽ ടോക്ക് ചെയ്യണം എന്നുള്ളൊരു വലിയ ഡ്രീം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോ പ്രഭാത് ഭായിയുടെ ക്ലാസ്സിൽ ശരിക്കും നമുക്ക് ഹൈലൈറ്റ്സ് മെയിൻ ആയിട്ട് കിട്ടിയത് ഒന്നിതായിരുന്നു, ജീവിതം എന്താണോ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലീവ് ദ ലൈഫ്. ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. അതുപോലെ ജീവിതത്തിൽ കുറെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോ നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം എന്താണോ അത് ജീവിക്കൂ. പിന്നെ നമ്മളെപ്പോഴും ജീവിതത്തിൽ പല സപ്പോർട്ടും പ്രതീക്ഷിക്കാറുണ്ട്. അപ്പൊ ആ സപ്പോർട്ടുകളെല്ലാം ടെമ്പററി ആണ്. അപ്പൊ എക്സ്പ്ലോറേഷൻ വിത്ത് സെൽഫ്, ഏകാന്തമായി ഇരിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോ പ്രഭാത് ഭായിയുടെ അടുത്ത് ഈ യൂത്ത് ഗ്രൂപ്പിൽ എല്ലാവരും ശരിക്കും ഒരു പ്രോമിസ് കൂടി ചെയ്യണം. കാരണം
ഞങ്ങള് ഹോംവർക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഡെയിലി ഓരോ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ സെൽഫ് എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് ഈ ഒരു പോയിന്റ് കൂടി ഞങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യും. എത്രത്തോളം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിൽ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പ്ലസും മൈനസിനെയും കണ്ടുപിടിച്ചുകൊണ്ട് ആ പ്ലസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ടേൺ ചെയ്യാൻ സാധിക്കും. പിന്നെ ബ്രദർ പറഞ്ഞ ഒരു സ്റ്റോറിയുടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഏക്കേഴ്സ് ഓഫ് ഡയമണ്ടിനെ കുറിച്ച്. അപ്പോ വജ്രങ്ങളും രത്നങ്ങളും തേടാൻ വേണ്ടി മുഴുവൻ പോകുമ്പോഴും അവസാനമാണ് അറിയുന്നത് എല്ലാം കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഇത്രയധികം ട്രഷേഴ്സ് ഉണ്ട്, നോളേജ് ഉണ്ട്, പവേഴ്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. അതിന്റെ ഒരു തിരിച്ചറിവിലേക്കാണ് ശരിക്കും നമ്മൾ ദിശ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓരോ ക്ലാസ്സുകളിലും ഓരോ സ്പീക്കേഴ്സും എഫേർട്ട് എടുത്തത് അതിനു വേണ്ടിയിട്ടായിരുന്നു. അൺലോക്ക് ദ ഹിഡൻ ട്രഷേഴ്സ്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നന്മകളെയും നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം. നമ്മളെ ഏത് ലോകത്തിലേക്കാണോ അയച്ചിരിക്കുന്നത് ആ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടും ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഗുണങ്ങളെ സർവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പൊ അതിനുള്ള ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് ബൈജി ഇന്ന് ഞങ്ങൾക്ക് സമർപ്പിച്ചത്. എല്ലാവരും ചാറ്റില് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക്സും ബ്രദറുടെ അഡ്വൈസും ബ്രദറുടെ ടൈം, എനർജി എല്ലാം യൂത്ത് ഗ്രൂപ്പിന് വേണ്ടി സമർപ്പിച്ചതിന് എല്ലാ യൂത്ത് മെമ്പേഴ്സിന്റെ പേരിലും സീന സിസ്റ്റർ, ജയ സിസ്റ്റർ, സുകന്യ സിസ്റ്റർ എല്ലാം നമ്മുടെ സേവനം ചെയ്യുന്ന യൂത്ത് ടീം മെമ്പേഴ്സ് ഉണ്ട്. പ്ലസ് ഇതിനെല്ലാം ബാക്ക് ബോൺ ആയിട്ട് സേവനം ചെയ്യാനുള്ള അവസരങ്ങളും ശക്തിയും ഇൻസ്പിറേഷനും തരുന്ന നമ്മളുടെ സ്നേഹിയായിട്ടുള്ള മീന സിസ്റ്റർ, കവിത സിസ്റ്റർ, GK ഭായ്, ബാക്കി എല്ലാ സിസ്റ്റേഴ്സും ബ്രദേഴ്സും നമ്മളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ നന്ദി പ്രഭാത് ഭായ്ക്ക് സമർപ്പിക്കുകയാണ്. ഓം ശാന്തി. സോ ഹാപ്പി. ഒന്നാമത് എനിക്ക് എൻ്റെ എല്ലാ ഓൾഡ് ബഡീസ്, രോഹിണി സിസ്റ്റർ, സീന സിസ്റ്റർ, ലച്ചു, സൗമ്യ ബെൻ, എല്ലാവരെയും ഒറ്റ ദിവസം കാണാൻ പറ്റി. ആൻഡ് ഐ എം സോ ഹാപ്പി. നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന്റെ ലെവല് തന്നെ വളരെ വളരെ മാറിപ്പോയിരിക്കുന്നു. രോഹിണി സിസ്റ്റർ, യു ആർ ഡൂയിങ് കമൻഡബിൾ സർവീസ്. ഞാന് ഇവിടെ അൻവയോടും എല്ലാം പറഞ്ഞു, നിങ്ങൾ ഈ 4-5 യൂട്യൂബ് ചാനലെല്ലാം ഈ ഡിജിറ്റൽ സേവയുടെ സമയത്ത് ഇത്രയും നല്ലൊരു രീതിയിൽ സേവ ഇവിടെ നടക്കുക, ഇത് പലവിടെയും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ്. നമ്മുടെ യൂത്തിന്റെയും മറ്റ് സൂം മീറ്റിംഗ്സും എല്ലാവരും കണക്റ്റഡ് ആസ് എ ഫാമിലി. ഇത് ഞാൻ വളരെ ചുരുക്കം സ്ഥലങ്ങളിലേക്ക് ഹാപ്പി ദാറ്റ് എന്റെ സെന്ററിൽ തന്നെ എവിടെ നിന്നാണോ ഞാൻ ഇതെല്ലാം പഠിച്ചത്, ഇനി ആധ്യാത്മികതയുടെ ABCD പഠിച്ച്, സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ABCD പഠിച്ച്, അവിടെ ഇതെല്ലാം ഇത്ര നന്നായിട്ട് നടക്കുന്നത്. സോ ഹാപ്പി ടു സീ ഓൾ ദിസ്. ഇന്നെല്ലാം പങ്കെടുത്ത എല്ലാവർക്കും, പിന്നെ ഇന്ന് ഈ എനിക്ക് സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി തന്നതിന് കവിതാശ്രാണ് ആദ്യം വിളിച്ചു പറഞ്ഞ ക്ലാസ് ഉണ്ട്, രോഹിണി സിസ്റ്റർക്ക്, സീന സിസ്റ്റർക്ക്, ലച്ചു, സൗമ്യ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി. ആൻഡ് ഓഫ് കോഴ്സ് ടു മീന ബെൻ and GK bhai, Anil bhai, എല്ലാവർക്കും for all the technical support. Thank you very much. Om Shanti. സ്പെഷ്യലി ഈ ഒരു അവസരത്തില് ഒരു റിക്വസ്റ്റ് കൂടി ചെയ്യാണ്. നമ്മളുടെ ഇനിയുള്ള ക്ലാസ്സുകളിലും യൂത്ത് ക്ലാസ്സുകള് ഈ ഗ്രൂപ്പ് നമ്മൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാ മാസവും ഞങ്ങളെ റീചാർജ് ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ, റെജ്യൂവനേറ്റ് ചെയ്യാൻ പ്രഭാത് ഭായ് വരണം. അപ്പോ മാക്സിമം ട്രൈ ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ ഓൾ ദീസ് തിങ്സ് അവിടെ വേറൊരു എന്താ പറയുക, വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളിൽ അങ്ങനെ മുഴുകി ഞാൻ ഇവിടെ വരുമ്പോ സിസ്റ്ററോടും പറഞ്ഞു ഞാൻ എല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ അവിടെ പോയിട്ട് എന്റെ മാക്സിമം അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാനത് ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കാം. ബാക്കി ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ആക്കേണ്ടി വരും. ആൻഡ് ഐ എം ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ്. കാരണം ഇത്ര നന്നായിട്ട് ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നതിൽ എൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നിട്ട് എനിക്കും വലിയ സന്തോഷമുണ്ട്. സോ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. താങ്ക് യു. ഓം ശാന്തി. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒരു 2 മിനിറ്റ് സൈലൻസിലിരുന്ന് ഈ ഒരു ടൈമിൽ ആരെല്ലാം
ഹോസ്പിറ്റൽസിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അവരുടെ പേഴ്സണൽ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ എല്ലാവരും റിക്കവറി ആയിട്ട് നല്ലൊരു ഹെൽത്തി സ്മൂത്ത് ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ എന്ന സങ്കല്പത്തിൽ നമുക്ക് എല്ലാവർക്കും പവർഫുൾ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും സമർപ്പിക്കാം. ഓം Let's ശാന്തി. do one thing, Ravani sister. Let's be peaceful. Let's just be peaceful and feel our vibrations എല്ലാം അവിടെ എത്തിക്കോളൂ. കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സ് എന്നൊക്കെ മാറി എല്ലാ കാര്യങ്ങളെയും സൈഡിലേക്ക് മാറ്റി വെച്ച് ശാന്തസ്വരൂപനായിട്ടുള്ള ആത്മാവായിട്ട് നമുക്ക് രണ്ടുപേരിക്കാം. ദാറ്റ്സ് ഓൾ. ബാക്കി നമ്മളിൽ നിന്നുള്ള ശാന്തി ബാബ എല്ലാവരിലേക്ക് എത്തിച്ചോളൂ. ഓം ശാന്തി. എല്ലാവരും വൺ ഹാൻഡ് വേവ് ചെയ്തിട്ട്